أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد من بنى مسجدا لله بنى الله له بيتا في الجنة وكما قال رسول الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي لن دائما أبدا على حبيبك خير ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഇലവൂർക്കോണം മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് യോഗാധ്യക്ഷൻ ഷരീഫ് മടത്തി സാഹിബ് അവറുകൾ, അൻസാറുൽ ഇസ്ലാം മസ്ജിദിലെ ആദരണീയനായ ഇമാം അൽ ഹാഫിസ് ഇസ്മായിൽ നൂരി അൽ ഖാസിമി ഉസ്താദ് അവറുകൾ, മുഹമ്മദ് ഷാഫി ബാക്കവി ഉസ്താദ്, അൻസാറുൽ ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട ഷാഫി ഉസ്താദ് അവറുകൾ, ഇർഷാദ് ബാക്കവി ഉസ്താദ് അവറുകൾ, പി കെ അബ്ദുൽ ഹാദി മൗലവി അവറുകൾ, ബഹുമാനപ്പെട്ട അബ്ദുൽ സലീം സഖാഫി ഉസ്താദ് അവറുകൾ, ജഅഫറുദ്ദീൻ അൻവരി ഉസ്താദ് അവറുകൾ, അസീം മജ്ലിസ് അടക്കമുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്നെ ശ്രമിക്കുന്ന സഹോദര മതത്തിന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഉറക്കെ ഒരു 3 വട്ടം അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. പടച്ച തമ്പുരാനെ എത്ര സ്തുതിച്ചാലും മതി വരാതെ ഈ നാടിന്റെ അഭിമാനമായി ഇന്ന് നമ്മുടെ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ സഹായം ഈ നാട്ടിൽ കിട്ടുവാൻ ഈ മസ്ജിദ് പടച്ച തമ്പുരാൻ ഒരു കാരണമാക്കട്ടെ. ഉറക്കെ പടച്ച തമ്പുരാൻ ഒരു കാരണമാക്കട്ടെ. പ്രിയമുള്ളവർ, മസ്ജിദുകൾ, മദ്രസകൾ മുസ്ലിമിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ആത്മാവാണ് നമ്മുടെ പള്ളികളും നമ്മുടെ മദ്രസകളും ഒക്കെ. ഈ പള്ളിയും മദ്രസകളും ഒരു നാട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ ആ നാടിന്റെ സമൂലമായ ഒരുമയുടെ വികസനത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ്. ഏറ്റവും വലിയ മാതൃകകളായ ആ നാട് മാറും എന്നതിൽ ഒരു സംശയമില്ല. മുസ്ലിമായ മനുഷ്യന് അവന്റെ മനസ്സിനകത്തുള്ളതായ കറകളും ദുർചിന്തകളുമെല്ലാം മാറ്റിവെച്ച് നല്ല മനസ്സോടെ നല്ലവനായ നിലയിൽ അല്ലാഹു തമ്പുരാനോട് അടുക്കാൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള, എല്ലാവരോടും സഹകരിക്കാനുള്ള, എല്ലാവരുടെയും കണ്ണീരപ്പാനുള്ള ഒരു വിശാലമായ മനസ്സ് മനുഷ്യൻ ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു നമുക്ക് തന്ന ഒരു കേന്ദ്രമാണ് പള്ളിയും മദ്രസയൊക്കെ. ഇവിടെ മനുഷ്യൻ നന്നാവുക എന്നുള്ളതാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം. എല്ലാ മതത്തിന്റെയും ജീവിത പന്ഥാവെന്ന് പറയുന്നത് അതിന്റെ അനുയായികൾ നന്നാവുക എന്നുള്ളതാണ്. നമുക്കറിയാം, മുമ്പ് കഥാകൃത്ത് ഇതുപോലെ ഒരു പിതാവ് 5 വയസ്സായ തന്റെ മകന് പിറന്നാൾ വരുമ്പോ ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കാൻ തീരുമാനിക്കണം. ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ച് ഉള്ള കടകളിലെല്ലാം കയറി ഇറങ്ങി തന്റെ മകന് ഇഷ്ടപ്പെടുന്ന ഒരു പിറന്നാൾ സമ്മാനം വാങ്ങണമെന്ന പിതാവിന്റെ ആശ. എല്ലാ കടകളും കയറി ഇറങ്ങി എല്ലാം വാങ്ങി പലതും നോക്കിയെങ്കിലും ഒന്നും ഇഷ്ടപ്പെട്ടില്ല.
എന്റെ മകൻ എന്താണ് ഞാൻ കൊടുക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് ആ പിതാവ് ഓടിമടന്ന് അവസാനം ഒരു ഭൂപടം വാങ്ങുവാണ്, ഇന്ത്യയുടെ ഭൂപടം. ആ ഭൂപടം വാങ്ങി നേരെ വീട്ടിൽ കൊണ്ടുവന്ന് ആ മകന് സമ്മാനിച്ചു. ആ മകന് ഇഷ്ടമായി, നല്ല പടമൊക്കെയാണ്, നല്ല ഇഷ്ടമായി. പക്ഷേ പിതാവ് പിറ്റേ ദിവസം രാവിലെ പുറത്തു പോകാൻ വേണ്ടി നോക്കുമ്പോ ഈ പടത്തിന്, ഇന്ത്യ എന്ന ഭൂപടത്തിന് ചന്ന ഭിന്നമായി കീറി ആ വീടിന്റെ ഹാളിന്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ എറിഞ്ഞിരിക്കുവാണ്. തന്റെ മകന്റെ പിറന്നാളിനെ വലിയ ഇഷ്ടത്തോടുകൂടി എത്രയോ കടകൾ കയറി ഇറങ്ങി വാങ്ങിയ ആ സമ്മാനം നിസാരമായി വലിച്ചു കീറി ആ ഭവനത്തിന്റെ മുന്നിൽ എറിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ വല്ലാതെ വേദന വന്നുപോയ പിതാവ് മകനെ വിളിച്ച് നല്ല പോലെ ശകാരിച്ചു. ഞാൻ വൈകുന്നേരം വരുമ്പോ ഇതെല്ലാം ഒട്ടിച്ചു തീർത്തി പടം ശരിയാക്കി, ഇന്ത്യയുടെ ഭൂപടമാണ്, നിന്റെ രാജ്യമാണ്, അതുകൊണ്ട് അതിനെ ആദരിക്കണമെന്നൊക്കെ പഠിപ്പിച്ച് ആ മകനെ നല്ല പോലത്തിലാക്കി ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും എന്നെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിരിക്കണം. പിതാവ് വൈകുന്നേരം വരുമ്പോ പിതാവ് അപ്പോനെ കുറച്ചൊക്കെ വീക്ഷിച്ചപ്പോ എങ്ങനെയൊക്കെ ആ പൊന്നുമോൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഒട്ടിച്ച് ചേർത്ത് വെക്കുന്നുണ്ട്, ഒരു കണക്കിന് ശരിയാവുന്നില്ല. ആ പിതാവ് ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോ കാണുന്ന സുന്ദരമായ ഒരു ഇന്ത്യയെ ഒട്ടിച്ചു തീർത്ത് നല്ല ഭംഗിയായി ചേർത്ത് കൂട്ടി വെച്ചിരിക്കുന്നത് കാണുമ്പോ ആ പിതാവിന് വളരെ സന്തോഷമായി മോനെ അടുത്ത് വിളിച്ച് ചേർത്ത് നിർത്തി ചുടുചുംബനങ്ങൾ കൊടുത്തിട്ട്, മോനെ ഇതെങ്ങനെ പറ്റി മോനെ, എങ്ങനെയാ നിനക്ക് ഈ രാജ്യത്തിന്റെ ഭൂപടത്തെ ചേർത്ത് വെക്കാൻ പറ്റിയത് എന്ന് ചോദിക്കുമ്പോ നിഷ്കളങ്കമായ ആ പ്രായത്തിൽ ആ മകൻ പറഞ്ഞു, ഉപ്പാ പിതാവേ, ഞാൻ ആ ഭൂപടം മാക്സിമം ശ്രമിച്ചു നോക്കി ചേർത്ത് വെക്കാൻ, അപ്പോൾ ശരിയാവണില്ല ഒന്നും. ഞാൻ അങ്ങനെ ആ ഭൂപടത്തിന്റെ പിറകിൽ ഒരു ചിത്രം കണ്ടു. ആ ചിത്രം ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് വെച്ചപ്പോ ആ ഭൂപടത്തിന്റെ പുറകിലുണ്ടായിരുന്ന ഒരു മകന് നല്ല പരിചയം. ആ ഇന്ത്യ ഭൂപടത്തിന്റെ പുറകിൽ നല്ലൊരു മനുഷ്യന്റെ ചിത്രമാണ് ഉണ്ടായിരുന്നത്. കയ്യും കാലും മൂക്കും കണ്ണുമെല്ലാം ഈ മകൻ അറിയാവുന്നത് കൊണ്ട് ആ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ പുറകിലുള്ള മനുഷ്യന്റേതായ കൈയും കാലും വയറും നെഞ്ചും കഴുത്തും തലയും ഒക്കെ ചേർത്ത് വെച്ച് കഴിയുമ്പോ പുറകിലൊരു മനുഷ്യന്റെ അടിയാകുമ്പോ അതിന്റെ മറുഭാഗത്ത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭൂപടം ശരിയായി മാറുകയായിരുന്നു. ഇതൊരു വലിയ അർത്ഥതലമുള്ളൊരു കഥയില്ലേ, വളരെ അർത്ഥതലമുള്ള ചിന്തനീയമായൊരു സംഗതിയാ. എന്താ, ഈ രാജ്യം ശരിയാകുന്നതിന്റെ പുറത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ രൂപം ശരിയാക്കി ഒട്ടിച്ചെടുത്തപ്പോ രാജ്യം സുന്ദരമായി മാറി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഓരോ മനുഷ്യരും നന്നാകുമ്പോഴാണ് ഈ രാജ്യം ശരിക്കും സൗന്ദര്യമുള്ളതാകുന്നത്. നമ്മൾ ഓരോരുത്തരും പച്ചയായ മനുഷ്യനായി മാറുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഇന്ത്യ രാജ്യം ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഒരു പൂന്തോപ്പായി മാറുന്നത്. ഇന്ത്യയിൽ കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, അല്ലേ, നിറം കുറഞ്ഞവരുണ്ട്, കൂടിയവരുണ്ട്, തൊപ്പിയിട്ടവരുണ്ട്, കുരിശ് കിട്ടിയവരുണ്ട്, ചന്ദനക്കുറി കിട്ടവരുണ്ട്. നമ്മൾ ഈ പൂന്തോട്ടത്തിൽ എല്ലാവരും സാധാ ഒരു കളറുള്ള ഒരു വെള്ളപ്പൂവാണ് ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്നതെങ്കിലോ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. പക്ഷേ 2 ദിവസം കാണുമ്പോൾ നമുക്ക് മടുക്കും, കാരണം ഒരേ കളറാ. അവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്നത്. കറുപ്പും വെളുപ്പും, അല്ലെ, ചുവപ്പും തൊപ്പികിട്ടതും അല്ലാത്തതും കുരിശ് കെട്ടിയതും ചന്ദനക്കുറി കിട്ടതുമായ ഒരുപാട് പല നിറത്തിലുള്ള, പല കോലത്തിലുള്ള, പല മണമുള്ള, പല രുചിയിലുള്ള, പല തരത്തിലുള്ള പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ ഒരു കളർ കണ്ട ആർക്കും മടുക്കൂല. എല്ലാവർക്കും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സൗന്ദര്യം എന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അള്ളാഹു അത്തരമുള്ള രാജ്യമാക്കി നമ്മുടെ രാജ്യത്തെ തീർക്കട്ടെ. തീർന്നില്ല. ഈ ഇന്ത്യ എന്ന മഹാരാജ്യം ബ്രിട്ടീഷ് എന്ന് പറയുന്ന കാട്ടാളന്മാരുടെ കയ്യിൽ നിന്നും, കൊള്ളക്കാരന്മാരുടെ കയ്യിൽ നിന്നും, ചൂഷണം ചെയ്തവരുടെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കിയാൽ ഈ കേരളത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കി തന്നെ മതി.
അയ്യപ്പന്റെ കൂടെ വാവരും. ഹൈന്ദവരെല്ലാം ആ വാവര് സമയം അങ്ങേയറ്റം സ്നേഹിച്ച് ആദരിച്ചിട്ട തങ്ങളുടെ ദൈവമായ അയ്യപ്പന്റെ ഓരത്ത് പോണു. ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് ഒരുപാട് പാടുപെട്ടയാളാ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ കൂടെ ഉണ്ണിമൂസ ഉണ്ടായിരുന്നു, അല്ലെ? മമ്പുറം തങ്ങളുടെ കൂടെ മങ്ങാട്ടച്ചൻ ഉണ്ടായിരുന്നു. നടേറ ശേഖ തങ്ങളുടെ കൂടെ നാരായണ സ്വാമികൾ ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കുക, ഈ രാജ്യം എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വത്തിന്റെ സുന്ദര ഭൂമിയാണ്. ഒരുമിച്ച് നിന്ന് നേടിയെടുത്ത, തോളോട് തോളൊരുമിച്ച് ജാതി നോക്കാതെ, മതം നോക്കാതെ, നിറം നോക്കാതെ, സമ്പത്ത് നോക്കാതെ, വ്യത്യാസങ്ങളെ മനുഷ്യനെ തിരിച്ചറിഞ്ഞ, ഭൂപടത്തിന്റെ പിന്നിലെ മനുഷ്യനെ പോലെ മനുഷ്യനെ തിരിച്ചറിഞ്ഞപ്പോ എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുമ്പോഴാ ഇന്ത്യ എന്ന രാജ്യം നമ്മുടെ സ്വന്തം രാജ്യമായി മാറി. പരിശുദ്ധമായ ഇസ്ലാം ഈ മദ്രസകളിലൂടെ, ഈ മസ്ജിദുകളിലൂടെ പഠിപ്പിക്കുന്നതും ഏറ്റവും നല്ല ആശയം എന്താ? ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമായി വരുമ്പോഴാണ് ഒരാൾ ശരിക്കും മുസ്ലിമായി വരിക. തൊപ്പിക്കിട്ട് മടന്നത് കൊണ്ടാവണില്ല, മറ്റെന്തെങ്കിലും ഇസ്ലാമിക വേഷം കൊണ്ടാവണില്ല. അവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടില്, അവന്റെ ഹൃദയാന്തരം നിറയെ അല്ലാഹു തമ്പുരാനുള്ള ഈമാൻ എന്ന് പറയുന്ന വിശ്വാസം നിറയുമ്പോഴാണ് ഒരാള് മുസ്ലിമായി മാറുന്നത്, അല്ലേ? അതേ മതം നമ്മളോട് പഠിപ്പിക്കുക, ഈമാൻ. ആ വിശ്വാസിയുടെ ഒരു ഭാഗമാണ് സ്വരാജ്യത്തോടുള്ള സ്നേഹമെന്ന് പഠിപ്പിച്ച, ലോകത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ആശയം ലോകത്തിന് സമ്മാനിച്ച പരിശുദ്ധമായ ഇസ്ലാമിന്റെ അണികളായ മുസ്ലിമുകൾക്ക് ഇന്ന് ഈ ഓരോരുത്തർ പള്ളി വരെ, ഈ പള്ളിയിൽ ഇന്ന് മുതൽ ഉയരുന്ന ബാങ്കുലി എവിടെയെല്ലാം കേൾക്കോ, ഉറപ്പായിട്ടും അവിടെയെല്ലാം ഹൈന്ദവനെയും ക്രൈസ്തവനെയും ചേർത്ത് പിടിക്കാൻ ഒരു മുസ്ലിമിന് കഴിയണം. അപ്പോഴാണ് അവന് മുസ്ലിമാവുന്നത്. വേദനിക്കുന്നത് ഒരാൾ റോട്ടിൽ ഇങ്ങനെ വണ്ടി ഇടിച്ച് കിടക്കുവാണ്, രക്തമൊലിപ്പിച്ച് ഇങ്ങനെ കിടക്കുമ്പോ അക്ഷര കേരളത്തിന്റെ ഒരാളെ, ഒരുപക്ഷെ കേരളം വിട്ട സംസ്ഥാനങ്ങളിൽ പോയി നിന്നിട്ട് അവരെ മാറി നിൽക്കുമായിരിക്കാം പോലീസ് വരുന്നത് വരെ. എന്നാൽ കേരളത്തിൽ ഒരു പോലീസിനെയും കാത്തു നിൽക്കാതെ അവന്റെ നെറ്റി പിടിച്ച് നോക്കൂല കുറിയിട്ടവനാണോ, അവന്റെ തല പോക്കൂല തൊപ്പിയിട്ടവനാണോ, അവന്റെ കഴുത്തിൽ നോക്കിയില്ല കുരിശു കെട്ടിയവനാണോ നോക്കിയില്ല. മനുഷ്യനാ പടയ്ക്കുന്നത് കണ്ട് വാരിയെടുത്തു കൊണ്ടോടും, മതം നോക്കാതെ ഹോസ്പിറ്റലിലേക്ക്. അതാണ് ഇന്ന് കേരളത്തിന്റെ ഏറ്റവും നല്ല പൈതൃകവും സംസ്കാരവും. അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തി തരട്ടെ. ഈ പള്ളികൾ അള്ളാഹുവിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. പടച്ച തമ്പുരാനോടടുക്കാൻ അള്ളാഹു ഇന്ന് നമുക്ക് തന്ന ഏറ്റവും വലിയ സുകുമാരതയുള്ള, ഏറ്റവും വലിയ നമ്മുടെ സംസ്കാരത്തിന്റെ ചിഹ്നമാണ് അമ്പരചുംബിയായി നമ്മുടെ മുന്നിലുള്ളത്. ഇനി ഈ പള്ളി ഈ നാട്ടുകാർക്ക് ലാഭമാണ്, നാട്ടുകാർക്ക് ബറക്കത്താണ്, നാട്ടുകാർക്ക് ഐശ്വര്യമാണ്, എല്ലാമാണ്. പക്ഷേ ഈ നാടിനിതൊരു ശാപമാവാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ബാധ്യത കൂടിയാണ്. എങ്ങനെയാ ശാപമായി മാറുക? ഇതിന്റെ അടുത്തുകൂടി കടന്നുപോയാലും മാങ്കുലി കെട്ടാലോ നമസ്കരിക്കാൻ കയറാതിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഒരു സുന്നത്ത് രാവിലെ വീട്ടിൽ നിന്ന് വരുവാണ്. ദുആഇന്റെ സമയമാണ് എന്റെ പള്ളി, അള്ളാഹു തന്ന സമ്മാനം. കയറി 2 നിങ്ങൾ നമസ്കരിക്കും, അവിടെ നിങ്ങൾ ദുആ ചെയ്യും. അള്ളാഹുവേ, എനിക്കും എന്റെ കുടുംബത്തിനും ഈ നാടിനും എന്റെ സമൂഹത്തിനും നല്ലത് വരുത്തണേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ച ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ആശയം നമ്മൾ ചേർത്ത് വെക്കും. അള്ളാഹു തമ്പുരാൻ ഈ ഭൂമി അള്ളാഹു തമ്പുരാൻ ഈ ഭൂമിയും ആകാശവും തമ്മിൽ സംവാദം നടക്കുമ്പോ ഈ ഭൂമി ആകാശത്തിനോട് അഭിമാനത്തോടെ പറഞ്ഞു പത്രേ, ഓ ആകാശമേ, നല്ല സുന്ദരമായ കടലുള്ളതിന്റെ ഗർഭാശയത്തിലാണ്, സുന്ദരമായ മലകളുള്ളത്, വൃക്ഷങ്ങളുള്ളത്, നല്ല പച്ചപ്പുള്ളത്, എല്ലാം എന്നിലാണ്. പുഴകളും അരുവികളും നല്ല കളകളാരവം ഒരുക്കി ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് എന്നില്ല, നിന്നിൽ ഇതൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോ ആകാശവും ഗർഭടിച്ചുകൊണ്ട് മറുപടി പറയാണ് ഭൂമി, എന്നിലാണ് ചന്ദ്രനുള്ളത്, എന്നിലാണ് സൂര്യനുള്ളത്, എന്നിലാണ് അതേ ഗ്രഹങ്ങളുള്ളത്, ചക്രവാളങ്ങളുള്ളത്, അഭിമാനത്തോടെ പറയാം. അപ്പോഴാണ് ഈ ഭൂമി വീണ്ടും പറഞ്ഞു, അല്ല ആകാശമേ, എന്നിലാണ് ഭൂമിയിലെ അമ്പിയാക്കളും ഔലിയാക്കളും മോമിനീങ്ങളും എല്ലാം
നമസ്കരിക്കുന്ന കഅബാലയമുള്ളതെന്നിലാണ്. കഅബാലയമുള്ളതെന്നിലാണ്. അപ്പോഴാണ് ആകാശം പറഞ്ഞു, എന്നിലാണ് സ്വർഗമുള്ളത്. ആ അമ്പിയാക്കളെ സ്വർഗം, ആ ഔലിയാക്കൾ ആശിക്കുന്ന സ്വർഗവും നരകവുമെല്ലാം എന്നിലാണ്. ആകാശവും വീമ്പ് പറഞ്ഞു. 2-3 തട്ടങ്ങ് കടിയുമ്പോ ഭൂമി അവസാനം തോക്കാതിരിക്കാൻ പറയാറ്. ആകാശമേ, എന്നിലാണ് സർവചരാചരങ്ങളെയും സൃഷ്ടിക്കാറ്. അല്ലാഹു കാരണക്കാരാക്കിയ സയ്യിദുനാ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തി ഉറങ്ങുന്നതിനാണ്. ആ മുത്തുനബി ഉള്ള കാലത്തോളം അതിനെക്കാലം ഉയരാൻ ആകാശലോകത്തിന് കടിയില്ല എന്ന വിശ്വാസത്തിൽ ഭൂമി പറയാ ആ മുത്തുനബി ഉള്ളത് എന്റെ ഉദരത്തിലാണ്. ആകാശം പരാജയപ്പെട്ടു പോയി. അള്ളാഹുവിനോട് പറയാ, അള്ളാഹുവേ പടച്ചവനെ, യാ മുജീബു, മുട്ടി പ്രയാസപ്പെട്ട് അങ്ങേയറ്റം വിമ്മിട്ടിരിക്കുമ്പോ ഒന്ന് വിളിച്ചാൽ അപ്പൊ ഉത്തരം തരുന്ന റബ്ബേ നീയാ. ഇപ്പൊ ഞാൻ പെട്ടുപോയി. ഭൂമിയുടെ മുന്നിൽ എന്റെ എല്ലാ വാദങ്ങളും പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് പടച്ചവനെ, ആ ഭൂമിയുടെ ഗർവിന് കാരണക്കാരനായ ആകാശം മറ്റൊന്നും ചോദിക്കാനില്ല, പറഞ്ഞ ഒറ്റ മറുപടിയുള്ളൂ. ഈ ഭൂമിയുടെ ഗർവിന് കാരണക്കാരനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ എന്നിലേക്ക് നീ ഒന്ന് കൊണ്ടുതരണേ അല്ലാഹ് എന്ന് ഈ ഭൂമി ആകാശം അല്ലാഹു തമ്പുരാനോട് ചോദിക്കുമ്പോ അല്ലാഹു തീരുമാനിച്ചു, മുത്തുനബിയെ ആകാശത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചിട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുവാൻ. ആ കൊണ്ടുപോകുന്ന ഒരു യാത്രയാണ് പരിശുദ്ധമായ റജബെന്ന് പറയുന്ന അനുഗ്രഹീതമായ ഈ മാസത്തിന്റെ വലിയ ബറക്കത്ത്. അള്ളാഹു വലിയ ബറക്കത്തും നരകമോചനങ്ങളും ഒക്കെ തരാൻ ബഹുമാനപ്പെട്ട ഇർഷാദ് ഉസ്താദ് പറഞ്ഞല്ലോ, ഒരാളെ ഇഷ്ടമാണെങ്കിൽ പോയിട്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നവന്റെ ഈമാൻ എന്തൊരു വില. അയൽവക്കത്തെ പെണ്ണുങ്ങളോടല്ല, സുഹൃത്തുക്കളോട്. അയൽവക്കത്തെ ഹൈന്ദവനാണെങ്കിൽ അവനോട്, മുസ്ലിമാണെങ്കിൽ അവനോട് എനിക്കിഷ്ടമാണെന്ന് പറയാൻ പറ്റുന്ന, തുറന്ന് പറയുന്നൊരു മനസ്സെന്ന് പറഞ്ഞാൽ അവൻ എന്റെ ശത്രുവല്ല എന്ന് സമ്മതിക്കല. ഈ റജബിൽ അല്ലാഹു നരകമോചനം കൊടുക്കുന്ന രാത്രിയാണ്. നരകമോചനം ആർക്കാ കൊടുക്കുക? മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ മദീനത്തിന്റെ ദർബാറിൽ സ്വഹാബത്തിന് ഇങ്ങനെ പലതും പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചോദിക്കുക, ഓ സ്വഹാബ, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ഒരു അവകാശിയെ കാണണോ സ്വഹാബ? അല്ലാഹുവിന്റെ റസൂൽ തേടുമ്പോഴത്തേക്കും സ്വഹാബത്ത് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, സ്വർഗത്തിന്റെ അവകാശിയാണോ ഞങ്ങൾ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വർഗത്തിൽ കിടക്കാനാ. ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ ഒരു അവകാശിയെ കാണാൻ കൊതിയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോഴത്തേക്കും ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ മനുഷ്യനാണ് സ്വർഗത്തിന്റെ അവകാശി. 2-ാം ദിവസവും അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുക, ഇന്ന് നിങ്ങൾക്കൊരു സ്വർഗാവകാശിയെ കാണണോ? അപ്പോഴും സ്വഹാബത്ത് പറഞ്ഞു, അതേ യാ റസൂലല്ലാഹ്. അപ്പോഴും അതേ മനുഷ്യൻ തന്നെയാണ് കടന്നു വന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നോക്കൂ ആ മനുഷ്യനിലേക്ക്. 3-ാമത്തെ ദിവസവും ഇതുപോലെ ആവർത്തിച്ചപ്പോഴും കടന്നു വന്ന മനുഷ്യനൊരാള്. സ്വഹാബത്ത് നോക്കുമ്പോ സ്വഹാബത്തിൽ അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമാനെ പോലെ ഒരുപാട് മഹത്വമുള്ള, ഒരുപാട് ശ്രേഷ്ഠതയുള്ള, ഒരുപാട് അമലുള്ള, ഒരുപാട് ഖുർആനോദന എമ്പാടുമുള്ള സ്വഹാബത്ത് അവിടെയുണ്ട്. നോക്കുമ്പോ അവരെ പോലെയൊന്നുമില്ല, ഒരു സാധാ ഒരു മുസ്ലിമാണ്, മനുഷ്യനാണത്. മഹാനായ അബ്ദുറഹ്മാൻ أشهد أن لا إله إلا الله
മൂന്ന് സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ബാങ്ക് വിളി കേട്ട് ദുആ ചെയ്താൽ മൂന്ന് സ്വലാത്ത് പതിവാക്കുക സുന്നത്താണ്. അല്ലാഹു അത് പകർത്താൻ ഭാഗ്യം തരട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരുമയുണ്ടാകും, വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. നാട്ടിൽ ഒരുമയുണ്ടാകും, വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ പതിവാക്കൂലേ ഇൻഷാ അല്ലാഹ്? 3 ദിവസവും സ്വഹാബത്തിന്റെ അടുത്ത് കൂടി സ്വർഗത്തിന്റെ ആളെ കാണണോന്ന് ചോദിക്കുമ്പോ കടന്നുപോയ ഒരാളാണ്. ഒരു സ്വഹാബിയ മനുഷ്യന്റെ പിന്നാലെ കൂടി സ്വർഗത്തിന്റെ അവകാശിയാകാൻ ഈ മനുഷ്യൻ പ്രത്യേകം ചെയ്യുന്നതെന്താണ് എന്ന് കണ്ടറിയാൻ വേണ്ടി പിന്നാലെ കൂടി പരീക്ഷിച്ചു നോക്കി. ആ മനുഷ്യൻ നമ്മളെപ്പോലെ സാധാ നമസ്കരിക്കുന്നുണ്ട്, ഇബാദത്തെടുക്കുന്നുണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അമലൊന്നും കാണാതിരിക്കുമ്പോഴാ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്ന സഹോദരാ, ഇക്കഴിഞ്ഞ 3 ദിവസവും ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിന്റെ ഒരു അവകാശിയെ കാണണമെന്ന് ചോദിക്കുമ്പോ ഇപ്പൊ ഇവിടെ കടന്നു വരുമെന്ന് പറയുമ്പോ 3 ദിവസവും കടന്നു വന്നത് നിങ്ങളാണ്, എന്താണ് പ്രത്യേകതയില്ലെന്ന് തേടുമ്പോഴാ അല്ലാഹുവിന്റെ റസൂല മഹത്വം പറയാ മാത്രമെന്ത് പുണ്യമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കുമ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നു, സ്വഹാബിയോട് പൊന്നു സഹോദരാ, നിങ്ങളൊക്കെ ചെയ്യണ പോലെ ഇബാദത്തെ ഞാനും ചെയ്യുന്നുള്ളൂ. പക്ഷേ എനിക്കൊരു പ്രത്യേകതയുണ്ട്. എനിക്കൊരാളോടും ശത്രുതയില്ലാത്ത, ഒരാളോടും വെറുപ്പില്ലാത്ത, ഒരാളോടും ഒരു മത്സരമില്ലാത്ത, ഇങ്ങോട്ട് ദ്രോഹിച്ചാലും അങ്ങോട്ട് പുഞ്ചിരിക്കാൻ പറ്റുന്ന, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്ന വിശാലമായൊരു മനസ്സിനുടമയാണ് ഞാന്. നമ്മുടെ നമസ്കാരത്തിനെക്കാളും സ്വർഗത്തിൽ നമ്മളെ എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ മഹോന്നതമായ അമലെന്ന് പറയും നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യുക എന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. നമ്മുടെ മനസ്സ് ഇന്ന് നമ്മൾ പരിശുദ്ധമായ റജബില ഇല്ലേ, ആകാശ ലോകം ഭൂമിയോട് മത്സരിച്ചിട്ട് ജയിക്കാൻ അള്ളാഹു തമ്പുരാനോട് പറയാണ്, പടച്ചോനെ ഇനി ഭൂമി എന്നോട് ഫഖ്ർ പറയരുത്, അതുകൊണ്ട് ആ മുത്തുനബിയെ എനിക്കും കൂടി കൊണ്ടുതരണം. അങ്ങനെയാണ് പരിശുദ്ധമായ റജബിൽ അള്ളാഹുവിന്റെ റസൂലിനെ ആകാശ യാത്രയാക്കി കൊണ്ടുപോകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. മനസ്സ് നന്നാക്കാതെ, മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയാതെ നമ്മൾ മുസ്ലിമാന്ന് പറഞ്ഞിട്ട് എന്തിനാ? നമുക്ക് മത്സരിക്കാൻ മാത്രം പറ്റൂല്ലേ? ഇബ്ലീസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, അറിയോ? ഇബ്ലീസ് ആരെയും കൊച്ചാപ്പാരെ പേരൊന്നുമല്ലോ പറയും. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഈ ഇബ്ലീസ് ആരാരെന്നറിയോ നിങ്ങൾക്ക്? അള്ളാഹുവിന്റെ പടപ്പിൽപ്പെട്ട, പടച്ച തമ്പുരാൻ ഏറ്റവും വേണ്ടപ്പെട്ട അസാസിൽ എന്ന് പറയുന്ന ഒരു സംഗതിയായിരുന്നു ഈ ഇബ്ലീസ്. വലിയ അറിവുള്ള മനുഷ്യൻ, വലിയ ഇബാദത്തായ മനുഷ്യൻ. ഈ ഭൂമിയിൽ വന്നിട്ട് ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് ഭൂമി നിറച്ചു. ഭൂമിയിൽ ഇബാദത്തുകൾ കൊണ്ട് നിറച്ചപ്പോ ഒന്നാം ആകാശത്തിന്റെ മാലാഖമാര് പറയാ, പടച്ചോനെ നമ്മളെക്കാളും ഇബാദത്തെടുക്കുന്ന മനുഷ്യൻ ആ ഭൂമിയിൽ, ഇപ്പൊ നമുക്കൊരു അതവ് കേടുപോലെ തോന്നുന്നു അവരെ തലയ്ക്ക് മുകളിൽ ഇരിക്കാനേ. അങ്ങനെ പറയുമ്പോൾ അള്ളാഹു പ്രമോഷൻ കൊടുക്കുക. അങ്ങനെ ഈ ഭൂമിയിൽ നടന്ന് ഇബ്ലീസ് എന്തായി? പേര് ആബിദു എന്ന് നേടി. 2ാം ആകാശത്തിലോട്ട് കടന്നവരാണ്. 2ാം ആകാശത്തും വരുമ്പോൾ ഇത് തന്നെ പണി. ആ 2ാം ആകാശത്ത് ഇബ്ലീസ് അറിയപ്പെട്ട് സാഹിദ് എന്ന പേരാണ്. 3ാം ആകാശത്ത് ഇബ്ലീസിന്റെ പേര് ആരിഫ് എന്നാണ്. 4ാം ആകാശത്ത് ഇബ്ലീസിന്റെ പേര് വലി എന്നാണ്. അള്ളാഹുവിന്റെ ഇഷ്ടപാത്രമാണ് വലി. നോക്കണേ, അസാസിലിന്റെ സ്ഥാനം 4ാം ആകാശത്തെത്തുമ്പോ വലി എന്ന പേരിലേക്ക് മാറുകയാണ്. 5ാം ആകാശത്തേക്ക് അവനെത്തുമ്പോ അവന്റെ പേര്, 5ാം ആകാശത്തിന്റെ പേര് ഇബ്ലീസിന്റെ തഖിയ്യ എന്നാണ്.
മുത്തഖയായ മനുഷ്യനായി മാറുവാണ്, മുത്തഖയായ ആളായി അതാ അസാസിയിൽ മാറുന്നു. ആറാമത്തെ ആകാശത്തെത്തുമ്പോൾ അവന്റെ പേര് ഹസീൻ. അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിന്റെ കാവൽക്കാരൻ എന്ന പേരാണുള്ളത്. ഏഴാം ആകാശത്തെത്തുമ്പോൾ അവന്റെ പേര് അസാസി. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായ അസാസിയിലായി മാറി. തീർന്നില്ല, 40,000 കൊല്ലക്കാലം പരിശുദ്ധ സ്വർഗത്തിന്റെ താക്കോൽ ഈ അസാസിന്റെ കയ്യിലായിരുന്നു. അസാസിൽ തീർന്നില്ല. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായീൽ അലൈഹിമുസ്സലാം അടക്കമുള്ള മാലാഖമാരുടെ 80 വർഷത്തിന്റെ മുദരിസായിരുന്നു. ജിബ്രീൽ അടക്കമുള്ള മാലാഖമാരെ മുദരിസായിരുന്നു ഇബ്ലീസ് അസാസി. അപ്പോഴും അള്ളാഹുവിന്റെ അത്ഭുതമാണ്. ലോകത്ത് മലക്കുകൾക്കറിയാം ഒരു ഇബ്ലീസ് വരുന്നുണ്ട്. അവൻ അള്ളാഹുവിന്റെ ലഈനാന്നറിയാം. അപ്പൊ ഈ മാലാഖമാര് ഉസ്താദായ അസാസിലിനോട് പോയി പറയാ, അസാസിലേ ഇബ്ലീസുൽ ലഈൻ എല്ലാവരെയും ചതിക്കുമ്പോ അവന്റെ ചതിയിൽ രക്ഷപ്പെടാൻ ദുആ ചെയ്യണേ. ഉസ്താദിനോട് ശിഷ്യന്മാര് പോയി പറയാനോട് അസാസിലിനോട് 1-ാം നമ്പർ ഇബ്ലീസിനോട് പോയി പറയാ. അപ്പോഴും ആ അസാസിൽ ദുആ ചെയ്യാണ്, അല്ലാഹ് എന്നോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഇവര് ആ ഇബ്ലീസിന്റെ ചതിയിൽ പെടുത്തില്ല അല്ലാഹ്. നമ്മളെന്നല്ല, ഇവരെ പെടുത്തില്ല അല്ലാഹ്. അപ്പൊ അന്ന് വരെ മലക്കുകൾക്കറിയാം ഇബ്ലീസ് ലഈനാന്നറിയാം. പക്ഷേ ആ ഇബ്ലീസ് ഈ സാധനമാണെന്ന് അറിഞ്ഞൂടാ. അന്ന് ഇബ്ലീസിന്റെ പേര് ഇബ്ലീസ് അല്ല, അസാസിൽ എന്നാ. അപ്പൊ ഇബ്ലീസ് ആണ് അസാസിൽ എന്ന് മലക്കറിയില്ല. അള്ളാഹു ആ ദുആൻ അവനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു. നിങ്ങളെ കാത്തോടെ അള്ളാഹു ഇവരെ കാത്തോട്ടെ എന്നു പറഞ്ഞില്ലേ. അപ്പോ മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടത്തെ മണ്ണോട് മണ്ണായി പടച്ചു വെക്കുമ്പോഴാണ് ഈ ഇബ്ലീസ് വന്ന് തട്ടി മുട്ടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് അകം പൊള്ളയല്ലേ, വെറും ഒരു മൺകട്ട അകം പൊള്ളയാ. അത് നാറ്റം, മൂക്കൊക്കെ തുമ്മിട്ട് നാറ്റമുള്ള ആ ഒരു കളിമണ്ണിന്റെ ചെളിയല്ലേ, ദുർഗന്ധം. ഇവനെ ആരാ ബഹുമാനിക്കണേ? ഞാൻ ചെയ്യൂല, ഞാൻ തീ കൊണ്ട് പടയ്ക്കപ്പെട്ടവൻ. അല്ലാഹു തമ്പുരാനോട് പറഞ്ഞ വാക്കാ. നോക്കിക്കേ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന അല്ലാഹു തമ്പുരാന്റെ സൃഷ്ടിയെ ഇത് കേൾക്കുമ്പോ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ, പള്ളിയിലും പറമ്പിലും പല കമ്മിറ്റിയിലും ഒക്കെ ഉണ്ടാവുമല്ലോ ചില കുരുത്തിൽ ഉണ്ടാക്കുന്ന ടീം ഉണ്ടാവുമല്ലോ അല്ലെ. അള്ളാഹു നന്നായി കൊടുക്കട്ടെ, റജബല്ലേ. അതുപോലെ ഇബ്ലീസ് എന്നെ സഹായിക്കാൻ വേണ്ടി മലക്കുകളിലൊക്കെ കുറെയൊക്കെ തിരിപ്പുണ്ടാക്കി വെച്ചിരുന്നു. മലക്കുകൾക്കും സുജൂദ് ചെയ്യാൻ ഒരു മടിയുണ്ടെന്ന് മനസ്സിലാക്കിയ പടച്ചോൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറച്ച് വസ്തുക്കളൊക്കെ സൃഷ്ടിച്ചിട്ട് അതിന്റെ പേരൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അതിനോട് മലക്കോട് ചോദിച്ചു, മലക്കളെ അതിന്റെ പേരെന്താ? മലക്കറിയില്ല. ആദം നബി പറഞ്ഞു, അത് അപ്പാച്ചി DVSന്റെ അപ്പാച്ചി ബൈക്കാണെന്ന്. ഈ സാധനം ആദം നബി പറയുന്നത് അപ്പാച്ചി ബൈക്കാ, അത് പൾസറാ. ഇത് മലക്കൾക്ക് വലിയ അത്ഭുതമായി. ആദം നബി പേരുകൾ പറയുമ്പോൾ വലിയ അത്ഭുതമായി. മലക്കൾക്ക് മനസ്സിലായി പടച്ചോനോട് കളിയടക്കൂല, ഇത് വലിയ ബഹുമാനമുള്ള ഒരു സംഗതിയാണ് മനസ്സിലായി. അള്ളാഹു പറയുമ്പോ മലക്കുകൾ സുജൂദ് ചെയ്തു. ഇബ്ലീസ് ഗർവോടുകൂടി മൂന്നോളം ഒറ്റയ്ക്കായി പോയി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മളെ സമൂഹത്തിന്റെ കാര്യങ്ങൾ പലപ്പോഴും മഹല്ലിലുമൊക്കെ ഒരിക്കലും നമ്മൾ ഭിന്നിപ്പിൽ തുടക്കമിട്ടാൽ ഇവിടെയില്ലെങ്കിൽ ആഖിറത്തിലെങ്കിലും നമ്മൾ ഒറ്റയ്ക്കായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവസാനം വില കുടിക്കേണ്ടി വരുമ്പോ, കാലങ്ങൾ ചവിട്ടി പുറത്താക്കുമ്പോ നമ്മൾ ഒരുപാട് ഖേദിക്കേണ്ടി വരും. നമ്മുടെ മഹല്ലുകൾ എന്തിനാ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവനെ പടച്ചോ പിടിച്ച് പള്ളിക്ക് ഒരു നിസ്കാരമൊക്കെ 27 ഇരട്ടി തരാൻ പറഞ്ഞു. വീട്ടിൽ നമസ്കരിക്കേണ്ട നമ്മളെ പള്ളിയോ 27 ഇരട്ടി ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചിടമ്പുരാൻ എന്തിനാ നമ്മളെ പടച്ചു വിളിച്ച്? ഒരുമയോടെ കഴിയാനാണ്.
ഇസ്ലാം അല്ലാഹു തമ്പുരാൻ ദുനിയാവിൽ പടച്ച സർവ്വകാര്യങ്ങളും ഇണയോടുകൂടിയാണ്. കാരണം യോജിച്ച് വേണം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ. അത് ആരുമായി ഒരാൾ മറ്റൊരാളുടെ സഹായിയായി മാറണം. പാമ്പ് നമ്മുടെ ശത്രുവാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ മനുഷ്യന്റേതായ അന്തരീക്ഷത്തിന്റെ വിഷാംശം വലിച്ചെടുക്കുന്നതിലും മനുഷ്യന്റെ പല മാരകമായ രോഗങ്ങൾക്കുള്ള മരുന്നിലും ഈ പാമ്പിന്റെ പോയിസൺ മരുന്നായി സ്വീകരിക്കപ്പെടുവാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അള്ളാഹുവിന്റെ പടപ്പുകളെ ഏതിനെടുത്ത് നോക്കിയാലും മനുഷ്യന് പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ ഉപകാരമുള്ളതല്ലാതെ അള്ളാഹു പടച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ മണ്ണ് ചെരിപ്പിട്ടേ നമ്മൾ മടക്കുള്ളൂ, മണ്ണിൽ ചവിട്ടൂല എന്ന് വിചാരിച്ച് മണ്ണിനെ എല്ലാം കാണെടുത്തൊക്കെ വാരി കളഞ്ഞാൽ നമുക്ക് വീട് വയ്ക്കാൻ പറ്റൂല. ഇവിടെ ഉൾക്കൊള്ളേണ്ട കോലത്തിലൊക്കെ ഉൾക്കൊള്ളണം. എന്നാൽ അതിനെ വാരി വീട്ടാക്കാൻ പറ്റുമോ? പറ്റൂല, പൊടിയാവും. അപ്പൊ എല്ലാം നമ്മൾ ഉൾക്കൊള്ളേണ്ട കോലത്തിൽ ഉൾക്കൊള്ളണം. ദുനിയാവിൽ അല്ലാഹു സർവ്വതിനെയും പടച്ചത് ഒറ്റയ്ക്ക് രണ്ട് ഭാഗമായിട്ടാ, ഇണകളായിട്ടാ. ഒറ്റയ്ക്ക് അല്ലാഹു പടച്ചത് ഒന്ന് മാത്രമാ. ഇണകളായ ദുനിയാവിലൂടെ കഴിയുന്ന നമ്മൾ റജബിന്റെ മാസം വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് റജബിന്റെ ബറക്കത്തിനായി തേടിയിട്ട് അള്ളാഹുവേ റജബിന്റെ മാസ നമസ്കാരത്തിന്റെ സുന്ദരமான വാർഷിക മാസമോ, അതുകൊണ്ട് കളായ നമസ്കാരങ്ങളെല്ലാം അമ്പരചുംബിയായ പള്ളിയിൽ ഇന്നു മുതൽ നിങ്ങൾ വരുമ്പോ ഒരു സുബഹിയുടെ കൂടെ ഒരു സുബഹി, ഒരു ളുഹറിന്റെ കൂടെ ഒരു ളുഹറുക, ഇങ്ങനെയെങ്കിലും ഒരു നിമിഷം പോലും കളായത് ഇട്ടേക്കാൻ പാടില്ല എന്നാ അവന്റെ എല്ലാ പണിയും മാറ്റി വെച്ച് തീർത്തോളാം. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ആരും കേൾക്കൂല. എങ്കിലും പറ്റുന്നിടത്തോളം ഒരു ലുഹറിന്റെ കൂടെ ഒരു ലുഹറെങ്കിലും നിങ്ങൾ ഒന്ന് കളാ വീട്ടിയിട്ട് പടച്ചു തമ്പുരാനുള്ള ബാധ്യത നിറവേറ്റണം. നമ്മളാരും ദുനിയാവിൽ ശാശ്വതമല്ല. ഇന്നലെയുടെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, പച്ചയായ ഒരു മനുഷ്യൻ, നേത്ര സുഖമായിട്ട് പറഞ്ഞ ആരോട് വെറുപ്പില്ലാത്ത വിദ്വേഷമില്ലാത്ത പച്ചയായൊരു മനുഷ്യൻ. ഞാൻ ആദ്യം പറഞ്ഞ ഭൂപടത്തിന്റെ പുറകിലുള്ളത് പച്ചയായൊരു മനുഷ്യന്റെ പടവാ. അവന് മതമില്ല, അവന് ജാതിയില്ല. ഇനി ജാതി ഉണ്ടെങ്കിലും മതമുണ്ടെങ്കിലും എല്ലാം എനിക്ക് നന്നാവാനുള്ളതാണ് എന്ന തിരിച്ചറിവില്ലാതെയാണ് ഇന്നിന്റെ ലോകം സഞ്ചരിക്കുന്നതെങ്കിൽ ഏതു നിറമായാലും ഏതു മതമായാലും ഏത് പ്രത്യേക ശാസ്ത്രങ്ങളായാലും അവന്റെ മനുഷ്യൻ എന്ന് പറയുന്ന സത്ത ഒന്നാണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആ തിരിച്ചറിവ് ഉള്ള ഒരു ഏറ്റവും നല്ല ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ലൊരു മനുഷ്യൻ ഇന്നലെ നമ്മളോട് പറഞ്ഞു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിശ്ചിതനായ പ്രസിഡന്റ് KP ഉസ്താദ്. നമ്മളിപ്പോ മുത്തുക്കോയാട്ടങ്ങൾ ഇങ്ങനെ നിന്നാൽ സംഘടനാപരമായി മറ്റൊക്കെ ചിലപ്പോൾ പലരോടും കയർക്കേണ്ടി ചില വിഷയങ്ങളിൽ ശകാരിച്ചു പറയേണ്ടിയൊക്കെ വരും. അപ്പൊ ചിലർക്ക് നമ്മളോടൊക്കെ ചെറിയ വിഷമം ഉണ്ടാവാം, സ്വാഭാവികമാണ് പ്രസിഡന്റായി സെക്രട്ടറിയായി ഒക്കെ ഇരിക്കുമ്പോൾ. പക്ഷേ ഇങ്ങനെ പോലും ഒരു മീൻ കുഞ്ഞിന്, ഒരു പുൽക്കൊടിക്ക് എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ലാന്ന് 100% പറയാൻ പറ്റുന്നൊരു മനുഷ്യൻ കൊച്ചു കുട്ടികളോട്, വലിയവരോട്, ഏറ്റവും വലിയ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമുള്ളൊരു പണ്ഡിതൻ, ഏറ്റവും എൽമുള്ളൊരു പണ്ഡിതൻ, അക്ഷര കേരളത്തിന്റെ ഖുത്ബി ഉസ്താദ് എന്ന് പറയുന്ന, ശംസുൽ ഉലമയായിരുന്ന ഖുത്ബി ഉസ്താദ് എന്ന് പറയുന്ന, വടക്കും തെക്കുമുള്ള പണ്ഡിത സമൂഹത്തിന്റെ അഖിലുസുന്നത്തിന്റെ നേതാവായ ഖുത്ബി ഉസ്താദിന്റെ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ശിഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട KP അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ് അവர்கள். അത്രയും വലിയ ഇൽമിന്റെ തറവാടായിട്ട് കൂടി പടച്ച തമ്പുരാനെ, ഞാനൊരിക്കൽ എന്റെ ഉപ്പാപ്പാര ആണ്ടിൽ വരുന്ന 22-ാം തീയതി ആണ്ട് അപ്പോഴും ഉസ്താദിനെ വെച്ചിരുന്നതാ. ഇന്ന് ഉസ്താദ് നമ്മളോടൊപ്പം ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ആണ്ട് കഴിയുമ്പോൾ ഉസ്താദെ തങ്ങളെ ആഫിയത്തില്ല അടുത്തേക്ക് പറഞ്ഞു. ഉസ്താദ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഉണ്ടാവും. അപ്പൊ എന്നോട് പറഞ്ഞു പോയത്, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിൽ എന്താ തങ്ങളുണ്ടല്ലോ ദുആ ചെയ്യാൻ, നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു പോയ ആ ഒരു വാക്ക് ഇത്തരമൊരു വിടവിലേക്കാണ് എന്ന അന്നും നമ്മൾ തിരിച്ചറിഞ്ഞില്ല. എല്ലാവരോടും പുഞ്ചിരിയോടെ മാത്രം, പുഞ്ചിരി അല്ലാതെ അറിയില്ല മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് ഒരുപാട് മോശം പറഞ്ഞിട്ട് കടന്നു ചെന്നാലും അടുത്തു ചെന്നാൽ ആ മോനെ എന്താ മോനെ വാ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഇതുപോലൊരു മനുഷ്യനെ വല്ലാഹി സുമ്മ വല്ലാഹി ഇതിനു മുമ്പും ശേഷവും നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവർക്കും
അക്ഷര കേരളത്തിന്റെ ഏത് പ്രസ്ഥാനങ്ങൾ നോക്കിയാലും അഖിൽസുന്നയുടെ ആവട്ടെ അല്ലാത്തതാവട്ടെ ആർക്കും അവിടുത്തെ പരിചയമുണ്ടോ? ഇന്ന് പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിന്റെ കൊല്ലത്തിന്റെ MP, അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് പറയാൻ വളരെ രസകരമായി ഇങ്ങനെ കേട്ടിരിക്കുവാണ്. പറയുവാണ്, ഇതുപോലെ എല്ലാവരെയും പുഞ്ചിരിക്കുന്ന, എല്ലാത്തിനും സന്തോഷത്തോടെ ഇടപെടുന്ന, എന്നാൽ ഒരാൾക്കും ഒരു നീരസം ഉണ്ടാക്കാത്ത ഈ ഒരു മനുഷ്യനെ തൊട്ടു നോക്കിയാൽ ചരിത്രത്തിൽ കാണില്ല എന്ന് പ്രേമചന്ദ്രൻ MP പോലും പറഞ്ഞുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഹൈന്ദവനായ ഈ രാജ്യത്തിന്റെ ഒരു ഭരണസിരാകേന്ദ്രങ്ങളിൽ ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യന്റെ വാക്ക്, അദ്ദേഹം പോലും എത്രത്തോളം ആ മനുഷ്യനെ ഒപ്പിയെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കേരളത്തിനും ദക്ഷിണയ്ക്ക് മാത്രമല്ല, കേരളത്തിന്റെ വലിയൊരു നഷ്ടമാണ് ഇന്നലെ ഉണ്ടായത്. ഇന്നെനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, അല്ലാഹു തമ്പുരാൻ ആ മഹാനുഭാവന്റെ ബറക്കത്തും നദറും അല്ലാഹു നമുക്ക് തരട്ടെ. അവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കും അതുപോലെ പുഞ്ചിരിച്ചു മരിച്ചു എന്നും ഒരാളും ദോഷം പറയാത്ത കോലത്തിൽ 10 പേര് നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ കൊടുക്കും. അവൻ സ്വർഗത്തിലാണ്. നമ്മൾ മരിച്ചു കിടക്കുമ്പോ പിന്നെ ഇങ്ങനെ പറയാൻ ഒരുപാടുണ്ടാവും. പക്ഷെ ഒരാള് പോലും എതിരുമായി പറയാതെ പടച്ചവനെ നഷ്ടമാണെന്ന കരച്ചിലോട് വിങ്ങലോട് പറഞ്ഞ ഒരു ദിവസം കേരളത്തിലുണ്ടെങ്കിൽ സംഘടനകളും എല്ലാം മറന്നിട്ട് ഉസ്താദ് എന്ന ഒരൊറ്റ ഭാഷ്യം ഇന്നലെ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്ഷര കേരളത്തിൽ ഇന്നലെ മാത്രമായിരുന്നു. അള്ളാഹു നമുക്ക് തന്ന മഹാഭാഗ്യം പൊലിഞ്ഞു. അള്ളാഹു അവരുടെ നളുറും ആത്മീയ ഇടപെടലും നമുക്ക് തരട്ടെ. ഇതുപോലെ നമ്മളും മരിക്കുമ്പോൾ ഈമാനുള്ളവരായി മരിക്കാൻ പരിശുദ്ധ റജബാൻ നമ്മളെ മനസ്സിലുള്ള അഴുക്കുകൾ ഇന്ന് തന്നെ അയൽപക്കത്തുള്ളവർ ആരാവട്ടെ, നിന്റെ അയൽപക്കത്തുള്ളവൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് കഴിക്കുന്നവൻ മുസ്ലിമല്ല എന്ന് പറയാൻ ലോകത്ത് ചങ്കൂറ്റം കാണിച്ച നേതാവാണ് ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ, മോനെ നിന്റെ വലതു ഭാഗത്തുള്ള 2 വീട് കഴിഞ്ഞാൽ 3ാമത്തെ ഹിന്ദു ആണെങ്കിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ല. 40 വീട് നിന്റെ വീട് തൊട്ടുള്ള 40 വീട് നിന്റെ അയൽവാസിയാ. അത് ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രൈസ്തവനായാലും ശരി, അവര് പട്ടിണിയാണോ? നിന്റെ വീട്ടിൽ കറി വെച്ചാൽ കുറച്ചുകൂടി നീ വെള്ളം കൂട്ടിവേ, എന്നിട്ട് അവർക്ക് കൂടി കൊടുക്ക്. അതാണ് മുസ്ലിമിന്റെ ധർമ്മമെന്ന് പഠിപ്പിച്ച ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം പറ്റും. മുസ്ലിം എന്ന ആ പേരിന്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ. എന്താ അർത്ഥം? ഇനി അടുത്തുള്ള ഒരു PSC ചോദ്യം കൂടിയാണ്, എന്താ മുസ്ലിം? അനുസരണയുള്ളവൻ. ആരോട്? അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണ ഇരിക്കട്ടെ. മുസ്ലിമിന്റെ വ്യാഖ്യാനം അള്ളാഹുവിന്റെ റസൂൽ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ യദിഹി വലിസാനിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ നിന്റെ നാവും നിന്റേതായ കൈയും അതിൽ നിന്ന് മറ്റുള്ളവർ രക്ഷപ്പെടുമോ? ഒരാളെയും ഉപദ്രവിക്കാതെ, ഒരാളെയും ചീത്ത പറയാതെ, ഒരാളെയും ദുഷിച്ചു പറയാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്നവനാണ് ശരിക്കുമുള്ള മുസ്ലിം. അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരു മുസ്ലിമായി മാറാൻ പടച്ച തമ്പുരാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനമാണ്. ഇത് തന്നെ ധാരാളമായി. ഇനി എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ നല്ല വഴലും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ ഈ സമീപത്തൊക്കെ വരുന്നുണ്ടല്ലോ, അവിടെയൊക്കെ നിങ്ങൾ വന്ന് ആദരിക്കണമല്ലേ. അപ്പൊ അതുകൊണ്ട് വാളൊക്കെ നിർത്തുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ടും ദുനിയാവും ആഖിറവും വിജയിക്കുന്ന മുത്തഖീങ്ങൾ നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ റജബിന്റെ 27-ന് ആകാശ ലോകത്ത് കൊണ്ടുപോയി ആകാശത്തിന്റെ ദാഹം തീർത്തു കൊടുത്ത അല്ലാഹു തമ്പുരാൻ വീണ്ടും ഭൂമിയിലോട്ട് അള്ളാഹുവിന്റെ റസൂലിനെ മടക്കി അയച്ചത് കൊതിച്ചിരുന്ന ദാഹിച്ചിരുന്ന നഷ്ടബോധത്തോടെ കാത്തിരുന്ന ഭൂമിയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര കഴിഞ്ഞ് മടക്കി അയച്ചത് ഒരു സമ്മാനത്തോടെയാണ്. അതാണ് നമസ്കാരം എന്നത്. അല്ലാഹു തമ്പുരാനെ പടച്ച തമ്പുരാന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കൊണ്ടുവന്ന ഏറ്റവും സമുന്നതമായ, നമുക്ക് ഏറ്റവും മഹത്തായ ഒരു സമ്മാനമാണ് നമസ്കാരം. അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്.
അള്ളാഹുവിന്റെ റസൂലിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ റസൂല് പറയും, ഞാൻ സന്തോഷം വന്നാ എനിക്കിഷ്ടമല്ലാത്ത 2 സുജൂദ് ചെയ്യലാണ്. എനിക്കൊന്ന് സങ്കടം വന്നാ, പ്രയാസം വന്നാ അപ്പോഴും ഞാൻ നമസ്കരിച്ച് സുജൂദ് ചെയ്തിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യലാണ്. എന്റെ ശീലമെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗമാണ് മരിക്കുമ്പോ വേണ്ടെന്ന് കൊതിക്കുന്ന നമ്മള് ആദ്യമായി പറയാനൊരു പച്ചയായ മനുഷ്യനായി മാറ്. മറ്റുള്ളവന്റെ വേദനകള് നിറം നോക്കാതെ ജാതി നോക്കാതെ തിരിച്ചറിയാൻ പറ്റുന്നവനാ ശരിക്കുള്ള മുസ്ലിം എന്ന് തിരിച്ചറിയൂ. എല്ലാവർക്കും നാടിലുള്ള ഫിത്നയ്ക്കല്ല, നാശത്തിനല്ല, നാടിന്റെ ഒരുമയ്ക്ക്, നാടിന്റെ വളർച്ചയ്ക്ക്, സ്വന്തം നാടിനെ ഇഷ്ടപ്പെടൽ ഒരു ഈമാനിന്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവോടെ നമ്മൾ ജീവിക്കുമ്പോ അതോടൊപ്പം സ്വർഗമാണ് നമ്മുടെ അഭയകേന്ദ്രമെങ്കില് ആ സ്വർഗത്തിലെത്താൻ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഈ ദുനിയാവില് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു അതിഥിയായി കൊണ്ടുപോയി ആകാശത്തിന്റെ ഭൂമി തീർത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് സമ്മാനമായി കൊണ്ടുവന്നതാണ് 5 വഖത്ത് നമസ്കാരം. പരിശുദ്ധമായ റജബിന്റെ നോമ്പ് കടന്നു വരുമ്പോ എല്ലാവരും അതൊന്നെടുക്കണേ, എല്ലാവരും അതെടുക്കണേ. ഇന്ന് പല ഭാഗത്ത് റജബ് വരുമ്പോ ശഅബാൻ വരുമ്പോ നോമ്പുണ്ടോ ഇല്ലേ ചർച്ചയാ. ഒരാളും അതിൽ പെട്ടുപോകണ്ട. ഇമാം ഗസാലി തങ്ങളടക്കമുള്ള നമ്മുടെ മുന്നോറുകൾ എടുത്ത നോമ്പാട് അവര് പഠിപ്പിച്ചതാ. ഒരാളും സംശയിക്കാൻ നിൽക്കണ്ട. നോമ്പെടുക്ക മാത്രമല്ല, ഇതെനിക്ക് അല്ലാഹു തന്നതായ പരിശുദ്ധമാണ് നമസ്കാരത്തിന്റെ വാർഷിക മാസമാണ്. ആ തിരിച്ചറിവോടെ അല്ലാഹ് ഇനി എന്റെ നമസ്കാരം ഞാൻ മുടക്കില്ല തമ്പുരാൻ. എന്റെ നാട്ടിൽ എന്റെ അല്ലാഹു തമ്പുരാൻ ഒരു ഭവനം വന്നിരിക്കാട്. നമ്മളെ പടച്ചവനാ നമ്മുടെ പ്രിയപ്പെട്ടതേറ്റതും ആ റബ്ബിന്റെ ഭവനമാ നമ്മുടെ വീടിന്റെ മുന്നിലുള്ളത്. അല്ലാഹുവിന്റെ ഭവനമാ. മൻബനാ മസ്ജിദൻ ലില്ലാഹ് ഫനല്ലാഹു ലഹു ബൈതുൻ ഫിൽ ജന്ന. അതേ ദുനിയാവിൽ ഒരാള് പള്ളി വെക്കുമ്പോ, പള്ളിക്ക് സഹായിക്കുമ്പോ അല്ലാഹു തമ്പുരാൻ ആ നിമിഷം സ്വർഗത്തിൽ അവർക്ക് വേണ്ടി വീട് പണിയാണ്. ഒരു മണിമാളിക അല്ലാഹു പണിയാണ്. ഇതിനു വേണ്ടി ഓടി നടന്ന, ഇതിനു വേണ്ടി സഹായിച്ച, ഇതിനു വേണ്ടി പെടാപ്പാടുപെട്ട നേതൃത്വം കൊടുത്ത ഈ നാടിന്റെ പ്രിയപ്പെട്ട റാബി ഉസ്താദ് അടക്കമുള്ള പ്രിയപ്പെട്ടവര് അല്ലാഹു അവർക്കതാ സ്വർഗം പണിയാണ്. അവരെ വാക്ക് കേൾക്കുമ്പോ, അവരൊന്ന് സമീപിക്കുമ്പോ ഏറ്റെടുത്തവര് അവർക്ക് അല്ലാഹു സ്വർഗത്തിലതാ മണിമാളിക പണിയാണ്. ആ മണിമാളികയിലേക്ക് കടന്നു കഴിയാൻ അവിടെ പോയി ഒരു പാല് കാച്ച, ഒരു ഹൗസ് വാമിംഗ് നടത്താൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. പക്ഷേ ആ ഭാഗ്യം നേടേണ്ടത് അല്ലാഹുവിന്റെ ഭവനത്തിൽ അല്ലാഹ് സമ്മാനിച്ച നമസ്കാരം കൊണ്ടാണ്. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന്റെ വാർഷിക മാസമാണ്. നമ്മൾ ഓരോ വാർഷികത്തിനും വലിയ പ്രാധാന്യം കൊടുക്കും. നമ്മുടെ നമസ്കാരത്തിന്റെ വാർഷികം വരുമ്പോ അതിനെ ആദരിച്ചുകൊണ്ട് ഇനി എന്റെ നമസ്കാരതായി ഇഷ മുതൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഖളാ ആക്കൂല, മുടക്കൂല എന്ന് തീരുമാനിക്കും. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഒന്ന് മനസ്സിലാക്കി, ഖളാ ആക്കി നിസ്കരിക്കുക എന്ന നിസ്കാരം ഇസ്ലാമിലില്ല. ഖളാ സമ്പ്രദായം ഇസ്ലാമിലില്ല, അനുവദിച്ചിട്ടില്ല. ആരും വിഷമിക്കേണ്ട കേൾക്കുമ്പോ. ഖളാ ആയി പോയായി ഉറക്കം കൊണ്ട് മറന്നുകൊണ്ട് ഖളായി പോയി പെട്ടുപോയി എങ്കിലാണ് അവൻ അല്ലാഹു നമ്മുടെ ഫുഖഹാക്കൾ അല്ലാഹുവിന്റെ നമസ്കാരം കൊണ്ട് പഠിപ്പിക്കണേ. അല്ലാതെ തോന്നുമ്പോ ഇങ്ങനെ വഴുന്നു കടന്നിട്ട് കൊണ്ട് ഖളാ ആക്കിയിട്ടല്ല. അതിന് ശിക്ഷയുണ്ട്. ഖളാ ആക്കൽ ഹറാമാണ്, വലിയ ശിക്ഷയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇന്നു മുതൽ എന്റെ നമസ്കാരം ഞാൻ ഖളാ ആക്കൂല എന്ന് തീരുമാനമെടുത്താൽ അല്ലാഹു മുറച്ചതായ റജബിലൂടെ അവന്റെ ബറക്കത്ത് ഇങ്ങനെ നമുക്ക് വാരി കോരി തരുമ്പോ ആ റജബിന്റെ മഹാത്ഭുതങ്ങൾ അല്ലാഹുവിൽ നിന്ന് സ്വീകരിക്കാൻ അങ്ങോട്ട് ചെന്ന് അല്ലാഹുവേ നിന്റെ നമസ്കാരം നമ്മളിതാ ഏറ്റെടുക്കുന്നു അല്ലാഹ് എന്ന് തീരുമാനിച്ച് പടച്ചവൻ തരുന്ന ആ റഹ്മത്ത് കൈ നീട്ടി വാങ്ങാനുള്ള തയ്യാറെടുപ്പ് നമുക്ക് ഉണ്ടാകണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഉമ്മമാരും സഹോദരങ്ങളും ഒക്കെ ഇന്ന് മുതൽ നമസ്കാരം മുടക്കൂലാൻ തീരുമാനിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു നിർത്തുവാണ്. സ്വാഭാവികമായും റമളാൻ എന്ന് പറയുന്നത് റമളാൻ പിറ കാണുമ്പോൾ അതിൽ ചെന്ന് പട്ടിണി കിടക്കുന്നവർക്കുള്ളത് അല്ലേ അല്ല. റമളാനിൽ പട്ടിണി
കിടക്കുന്നുള്ളവർക്കുള്ളതേ അല്ല. പിന്നെ റമദാൻ ആർക്കാ? റമദാൻ വരുമ്പോൾ നോമ്പെടുക്കുന്നവർക്കല്ല. റമദാനെ പരിചയപ്പെടുത്തുമ്പോഴൊക്കെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബും ശഅബാനെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കൃഷി ചെയ്യലാണ് റജബ്, വെള്ളമൊഴിച്ച് വളർത്തലാണ് ശഅബാൻ, റമദാനിൽ അതിന്റെ കൊയ്തെടുക്കലാണ്. നോക്കിക്കേ, റസൂലുള്ളാഹിന്റെ ഭാഷ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊന്ന് കാണാം, റജബുൻ ശഹ്റുല്ലാഹ്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിനൊരു ബോഡി ഉണ്ട്. എന്താ? കേസ് കൊടുക്കുമ്പോൾ ഒരു ബോഡി ഉണ്ട് അതിന്, അല്ലേ? പ്രൊഫൈസ്, പ്രിയാമ്പിൾ, പ്രയർ ഇങ്ങനെ പറഞ്ഞിട്ടാ പിന്നെ നമ്മളെ പരാതി പറയാം എന്ന് പറയണ പോലെ ദുആ ചെയ്യുന്ന ബോഡി ഉണ്ട്. എന്താ ബോഡി? അൽഹംദുലില്ലാഹ്. ദുആ ചെയ്യുന്ന പള്ളിയില്ലേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലേ? അല്ലാഹുവിന്റെ ഭാഗം റജബുൻ ശഹ്റുല്ലാഹ്. ദുആ ചെയ്യുമ്പോൾ രണ്ടാമത്തെ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ ഞാൻ നമ്മുടെ കാര്യം പറയാം. അപ്പോൾ നോക്കിക്കേ, റജബുൻ ശഹ്റുല്ലാഹ്. ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് പറയാട്. അല്ലാഹുവുമായുള്ള ഇടപാട് തീർക്കേണ്ട മാസം റജബാണ്. വശഅബാനു ശഹ്രീ. ശഅബാൻ എന്റെ മാസമാണ്, സ്വലാത്തിന്റെ വാർഷിക മാസമാണ്. സ്വലാത്ത് കൊണ്ട് മുത്തുനബിയോടെടുക്കാൻ അല്ലാഹു പ്രഖ്യാപിച്ച മാസമാണ്. അതുകൊണ്ട് ശഅബാനു ശഹ്രീ. എന്റെ പിന്നാലെ വന്ന് എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ട് എന്നെ തുടർന്ന് എന്നെ അതാ വഴിപ്പെട്ടുകൊണ്ട് കഴിയേണ്ട മാസമാണ് ശഅബാൻ. വറമളാനു ശഹ്റ ഉമ്മത്തി. അൽഹംദുലില്ലാഹ് പറഞ്ഞ് സ്വലാത്ത് പറഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയണ പോലെ റജബ് അല്ലാഹ് എന്ന് പറഞ്ഞ് വീണ്ടും കാത്തിരുന്ന് അവസാനം നമ്മളെ ഈ ദുആ ചെയ്യാനുള്ള പടച്ചോനെ എന്റെ മോക്ക് നല്ല സമ്മതം തരണേ, എന്റെ മോനെയല്ല ദുആ ജോലി കിട്ടണേ എന്ന് പറയാനല്ലേ നമ്മൾ അൽഹംദുലില്ലാഹ് പറയണേ? എന്ന് പറയാനല്ലേ നമ്മൾ സ്വലാത്തിലാണ്? അല്ലേ? ദുആ ചെയ്യുമ്പോ അങ്ങനല്ലേ? അതുപോലെ റമദാൻ നമ്മൾ വിജയിക്കണ്ടേ? റമദാൻ നമ്മുടെ മാസമാണ് റമദാൻ. അത് നേടണ്ടേ? നേടണമെങ്കിൽ ആര് വേണം? അല്ലാഹുവും വേണം, റസൂലും വേണം. അല്ലാഹുവും റസൂലും ഇല്ലാതെ ഒന്നും പടച്ചോൻ ഈ ദുനിയാവിൽ തന്നിട്ടില്ല, ഇനി പടച്ചോൻ അങ്ങോട്ട് തിരിച്ചെടുക്കത്തുമില്ല. ഉറപ്പിച്ചു വെച്ചോ, അല്ലാഹുവും റസൂലും ഇല്ലാതെ ദുനിയാവിൽ ഒന്നും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. അല്ലാഹുവിനെ തിരിച്ചങ്ങോട്ട് കയറി പോകാൻ സമ്മതിക്കത്തുമില്ല. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞാൽ ഒരാളും മുസ്ലിം ആവില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് വരണം. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇത് പഠിപ്പിച്ച് നമ്മളല്ല, അല്ലാഹു തമ്പുരാൻ പഠിപ്പിച്ചതാ. അപ്പൊ പഴയകാല മഹാന്മാര് അലിയാർ തങ്ങൾ ഒരു റമദാൻ കഴിഞ്ഞ് പെരുന്നാളിന്റെ നിസ്കരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ പോയി മത്തിരി ഇറച്ചിയെ കഴിക്കുമ്പോൾ അലിയാർ തങ്ങൾ ഒരു ഉണക്ക റൊട്ടി ഇങ്ങനെ പിടിച്ചിട്ട് പൊട്ടി എന്തേ നിങ്ങളെ പെരുന്നാളല്ലേ ആഘോഷിക്കാൻ അത് തന്നതല്ലേ, അവിടെ നിന്ന് എന്തേ ഒന്നും കഴിക്കാത്ത? എനിക്കൊന്നും വേണ്ട. ഇന്നലെ ഇവിടെ രാത്രി നോക്കിക്കേ, ഒരു സുന്നത്തിനൊരു ഫർദിന്റെ കൂലി, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലി. ഓ, 1 രൂപ ചെയ്താൽ എത്ര ഇരട്ടി, കോടിക്കണക്കിന് ഇരട്ടി പോയതാ. ഇന്ന് നോക്കിക്കേ, ഒരു ദുഹറിന് 1 ദുഹറേ ഉള്ളൂ. അള്ളാഹു ആ തൗഫീഖുള്ള സൗഭാഗ്യത്തിന്റെ മാസം ഇനി എന്നാ എനിക്ക് മടക്കി തരും? അയ്യാത്തങ്ങളെ ചോദ്യം, ആ റമദാനിന് എന്നാ മടങ്ങി വരാൻ? എന്ന് പറഞ്ഞാൽ റമദാൻ തീരുമ്പോഴത്തേക്ക് ഒരു കൊല്ലമായി കാത്തിരിക്കുകയാണ് റമദാൻ. എന്നാലോ പിൽക്കാലത്ത് ഈമാൻ കുറഞ്ഞു വരുന്ന കാലഘട്ടം എത്തുമ്പോ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ സ്വീകരിച്ച 2 നയമാണ്. ഒന്ന്, റമദാൻ കഴിഞ്ഞാ പിന്നെ തൊട്ടടുത്തുള്ള 6 മാസം ദുആ ചെയ്യലാണ്. അല്ലാഹുവേ, ഈ കടന്നുപോയ റമദാൻ എനിക്ക് പടച്ചവനെ സ്വീകരിക്കണേ അല്ലാഹ്, അനുകൂലമാക്കി തരണേ അല്ലാഹ്. ഈ ദുആ മാത്രം 6 മാസം, വേറെ ഒന്നും ചെയ്യില്ല. 6 മാസം കഴിയുമ്പോൾ അടുത്ത ദുആ, പടച്ചോനെ ശഅബാനിൽ എത്രയോ പേര് മരിച്ചു പോകുന്നുണ്ട്. KP ഉസ്താദ് 70ാം വാർഷികത്തിൽ ഇനിയും ഒരു റമദാൻ പടച്ചവനെ എത്ര പേരൊക്കെ പറയും, നോമ്പൊക്കെ എങ്ങനെ എന്തോ ഈ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷമൊക്കെ പറയുന്നത് പോലെ ആ പാവത്തിന് ചിന്തയുണ്ടാവും, അല്ലാഹ് റമദാൻ ഞാൻ എങ്ങനെ നോമ്പെടുക്കുന്നു. ഇതിന്റെ ഇതുപോലെ നമ്മൾ ഓടി മടക്കാം. നാളെ പറയും ഇന്നലെ സംബന്ധ നമ്മുടെ പള്ളിയുടെ ഉൾക്കാൻ തങ്ങൾ ദുആ ചെയ്യുമ്പോൾ മുമ്പേ ഇരുന്നല്ലേ കാക്ക, പടച്ചോനെ ചിരിച്ച് സലാം പറഞ്ഞു പോയ മനുഷ്യന്, നമുക്ക് ഇന്നും നമസ്കാരം മുടക്കണ്ടെന്ന് പറഞ്ഞു പോയ മനുഷ്യന് പെട്ടെന്ന് മരിച്ചല്ലോ. നമ്മൾ പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ, അല്ലേ? പലരെ കുറിച്ചും, നമ്മളെക്കാലം പ്രായം കുറഞ്ഞവരെ, നമ്മളെക്കാലം ആരോഗ്യം കുറഞ്ഞവരെ കുറിച്ചൊക്കെ നമ്മൾ ആ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവർ
അവർ ദുആ ചെയ്യും 6 മാസം മുമ്പ്, അല്ലാഹുവേ ഈ വരുന്ന റമളാൻ എനിക്ക് എത്തിച്ചു തരണേ അല്ലാ, അതിന്റെ തൗഫീഖ്, അതിന്റെ സൗഭാഗ്യം, അതിന്റെ നേട്ടം എനിക്ക് കൊയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുമായിരുന്നു. നമ്മളോ പള്ളിയിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ പറഞ്ഞു തുടങ്ങി. നമ്മൾ ഇന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ല, അല്ലാഹുവേ റമളാൻ വരുവാണോ, പടച്ചോനെ എത്തിച്ചു തരണേ അല്ലാ. ഈ നിമിഷം വരെ നമ്മൾ കൊതിച്ചില്ല. നമുക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. നമ്മളെ വാപ്പ മരിച്ചു കിടക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ട എത്ര പേര് മരിച്ചിട്ടുണ്ട്. മരിക്കുമ്പോഴൊക്കെ നമ്മൾ പൊട്ടിക്കരയും, ഇല്ലേ ഇല്ലേ? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ കരച്ചിലിന് എന്തർത്ഥമുള്ളത്? അക്ഷരാർത്ഥ ചോദിക്കാം. എപി ഉസ്താദ് ഇന്നലെ മരിച്ചു കിടക്കുമ്പോ എല്ലാവരും ഒന്ന് പൊട്ടിക്കരയുക, കണ്ണുനീരിങ്ങനെ ഒഴിക്കുക. നമ്മളെ വാപ്പ മരിക്കുമ്പോ ഉമ്മ മരിക്കുമ്പോഴൊക്കെ കണ്ണീരൊലിക്കും. ആ കണ്ണുനീരിലെ ഒരർത്ഥേ ഉള്ളൂ, ആ മുഖത്ത് നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ഉമ്മ, എൻ്റെ മകൻ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ അർത്ഥത്തിൽ മാത്രമാണ് നമ്മളെ കണ്ണു നനയുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട 2 കാര്യങ്ങളാണ്. പടച്ചോനെ, എൻ്റെ ഈ പ്രിയപ്പെട്ടവർ ഇതാ കബറിലേക്കാ പോണേ, ആ കബർ ഇടുങ്ങുള്ള ഈ മുഖത്ത് കബറിടുക്കി ചവച്ച് ചമ്മന്തി പോലെ ആക്കുമല്ല, ഭാര്യയിൽ പൊട്ടുമല്ല എന്ന് ആരും ചിന്തിക്കാറില്ല. പടച്ചവനെ, ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നാളെ ഞാനായിരുന്നെങ്കിലോ ആ പള്ളിയുടെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് പുറത്തു വന്നിട്ട് ആ പ്രിയപ്പെട്ടവരുടെ ഓരത്ത് വന്ന് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ ഇന്നത്തെ കൂടി ഞാൻ ചിന്തിച്ചു പോവാ, ഇത്ര ആയിരങ്ങൾ ആമീൻ പറയണേ. 40 പേരുണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾ അവിടെ ഒരു ഇജാബത്തിന്റെ ആളുണ്ടാവുന്ന ഭാഗ്യത്തിലല്ല, എത്ര ആയിരങ്ങൾ. അപ്പൊ എത്ര ഇജാബത്തിന്റെ കബൂലിയത്തിന്റെ ഔലിയാക്കളുള്ള മജ്‌ലിസാണ്. മുദരിസുമാർ, ഉസ്താദുമാർ, സ്വലാത്തിന്റെ വാഹകർ ഒക്കെയുള്ള ആ മണ്ണ്. അവിടെ നിൽക്കുമ്പോ ഞാൻ ഒന്നേ ചിന്തിച്ചുള്ളൂ, പടച്ചോനെ നമ്മളൊക്കെ മരിച്ചാൽ എത്ര പേര് വരും? 100 200 കൂടിപ്പോയാൽ 500 പേര് വരും. വന്ന 499 വേണമെങ്കിൽ പറയും, അയാളെ കുറിച്ച് കുറ്റം പറയും. അപ്പൊ ഓടെ പോക്കുണ്ടോ? ഇന്നലെയും കൂടി എന്റെ മുന്നിൽ ഫോർച്യൂണിൽ പാഞ്ഞു പോയ മനുഷ്യനാണ് ആ കിടക്കുന്ന. ഇങ്ങനെ പറയാൻ ആളുണ്ടാവും. പറച്ച അല്ലാഹുവേ പുറത്തു കൊടുക്കുന്ന അല്ലാഹ് പറയാൻ ആരുണ്ടാവൂല. ഈ തിരിച്ചറിവിനാണ് ഈ ദുനിയാവിൽ ഈ തിരിച്ചറിവൂടെ പോകാൻ ആ സമ്പാദ്യം നമ്മൾ സമ്പാദിക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ബാക്കി യാസീനും ദിക്റും സ്വലാത്തും ഒക്കെ കിട്ടുമ്പോ അല്ലാഹു ചിലപ്പോ നമുക്ക് അങ്ങനെയുണ്ടല്ലോ. അള്ളാഹുവിന്റെ റഹ്മത്തിനെ പരിചയപ്പെടുത്തുന്ന ഇടമുണ്ടല്ലോ. ജലാലിന്റെ ഓർമ്മ മഹാന കൊണ്ടുവരും സംഭവം കൊണ്ടുവരുന്നുണ്ട്. മഹേശ്വരി അള്ളാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ പറയുമ്പോൾ റഹ്മത്തില്ല എന്നതിന്റെ തഫ്സീറ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു മനുഷ്യൻ നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചെഴച്ച് കൊണ്ടുപോകത്രേ. നരകത്തിന്റെ അവകാശിയെ വലിച്ചെഴച്ചിങ്ങനെ കൊണ്ടുപോകത്രേ. ആ കൊണ്ടുപോകുമ്പോ ഈ മനുഷ്യൻ ഇനി രക്ഷയില്ല. ഹിസാബൊക്കെ കഴിഞ്ഞ് നരകത്തിലോട്ട് ചങ്ങലേക്കിട്ട് കൊളുത്തിട്ട് വലിച്ച് അടിച്ചടിച്ച് പടപടക്ക വേദന കൊണ്ട് നിലം വിളിച്ചു പോകുമ്പോ ഹർഷിന്റെ ഭാഗത്ത് ഇങ്ങനെ ദയാപരമായ ഒരു നോട്ട് ഇങ്ങനെ നോക്കൂത്ര. മലക്കൾ വീണ്ടും അടിക്കും, വലിച്ചഴിക്കും. അവ രണ്ടാമതും ഇങ്ങനെ തിരിഞ്ഞു നോക്കൂത്രേ. അള്ളാഹുവിനെ പടച്ചു തമ്പുരാൻ ഒന്നും കൊണ്ടുപോയില്ല. അപ്പോൾ വീണ്ടും അടിച്ച് വലിച്ചടച്ചു കൊണ്ടുപോകും. കൊണ്ടുപോടാ, ധിക്കാരെ കൊണ്ടുപോടാ. മൂന്നാമത് ആ മനുഷ്യൻ ഇങ്ങനെ റബ്ബിനോട് നോക്കുമ്പോ പടച്ച തമ്പുരാൻ മലയ്ക്ക് അങ്ങ് എടുത്തറിഞ്ഞ സർവത്തിൽ ഭാഷ അങ്ങനെയാണ്. നമ്മൾ അതിന്റെ അർത്ഥം അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പോലും സഹിക്കാതെ അവന്റെ റഹ്മത്തിന്റെ ആ മഹാവലിപ്പം എടുത്തടി സ്വർഗത്തിൽ ഇങ്ങനെ പറയുന്ന ആ ഒരു രംഗമുണ്ടല്ലോ. ഈ ഒരു റഹ്മത്ത് നമ്മൾ ഇവിടെ നിന്ന് കുതിക്കണം. അള്ളാഹുവിന് നമ്മളെ ഒരാളെയും ശിക്ഷിക്കാൻ ഒരു ഇഷ്ടമില്ല. അള്ളാഹ്ക്ക് പറ്റൂല. അള്ളാഹുവിന്റെ റഹ്മത്ത് അത്രയ്ക്ക. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് നല്ല വെണ്ണുണ്ടാകണം. പടച്ചവനെ ഒന്നും ചെയ്യില്ല, ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണം. അതിന് കുറഞ്ഞത് ഒരു വക്കത്ത് പോലും ഞാൻ തലാക്കിയിട്ട് നല്ല ബോധം കൂടി വേണം. അപ്പോഴാ ആ വന്നി കിട്ടുക. അള്ളാഹു നല്ലവനാ. ആ പടച്ചവൻ നല്ലതിനെ ഇഷ്ടപ്പെടും. അപ്പൊ നമസ്കാരം മുടക്ക് നല്ലതല്ല. അപ്പൊ അള്ളാഹുവിന് അവസാന നിമിഷമെങ്കിലും അവൻ എടുത്തെറി സ്വർഗത്തിൽ എന്ന് പറയണം. ആ വിഭാഗത്തിലെങ്കിലും, അല്ലെങ്കിൽ മുട്ടിലെഴഞ്ഞ് സ്വർഗത്തിൽ പോണ്ട വിഭാഗമുണ്ട്, അവരിലെങ്കിലും പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അള്ളാഹു ഭാഗ്യം തരട്ടെ.
കാരണം നമ്മളൊക്കെ ചിന്തിച്ചാൽ തെറ്റാ, ഒന്ന് നോക്കിയാൽ അങ്ങനെ ചെയ്യും. നമ്മൾ എഴുതിയാലും നടന്നാലും ഇരുന്നാലും ഒക്കെ തെറ്റ് ചെയ്യണോരാ. ഇന്ന് തെറ്റിന് മാനമില്ല, കള്ളുകുടിക്ക് മാനമില്ല, വ്യഭിചാരത്തിന് മാനമില്ല. ഇന്നൊരു ഉമ്മ എൻ്റെ ഒന്ന് പറയുന്നു, നമ്മുടെ ആൺമക്കളും പെൺമക്കളും എവിടെന്നാ ഉള്ള ഒരു 20-30 വയസ്സായ ചെറുക്കൻ പെട്ടെന്ന് വീട്ടിൽ കയറി വരും, മോളുമായിട്ട് റൂമിൽ കയറും, അങ്ങ് ഡോറ് കുറ്റിയിടും, പിന്നെ പഠിക്കുന്ന പറയണേ. ഇന്നത്തെ കാലം അതാ. ഉമ്മമാർക്ക് പോലും പറയാൻ പറ്റില്ല. ഒരു ഉമ്മ എൻ്റെ ഒന്ന് പറയാം, ഞങ്ങളെ എന്റെ മോളെ കാര്യം വലിയ വിഷമമാണ്, ഞാൻ സഹോദരത്തോട് പറയാതെ എല്ലാം ഒത്തിരിട്ടത് പറയുവാണ്. ആ മകളോട് എനിക്ക് പറയേണ്ടി വന്നൊരു ഗതികേട് പറയാം. ആ ഉമ്മ പറയാ, മോളെ ഇങ്ങനെ പലരോടും അങ്ങനെ അലന്ന് നടക്കല്ലേ, അവരെ കൂടെ നടക്കരുത്. നമുക്ക് ആൾക്കാരെ ഈ കാലമൊക്കെ പോയി, ആൾക്കാര് പറയണ കാലോ മോളെ തെറ്റാണെന്ന് പറഞ്ഞ കാലമൊക്കെ പോയി. മറിച്ച് ആ ഉമ്മ അവസാനം പറയേണ്ടി വന്നത്, മോളെ നീ നടക്കണതൊക്കെ കൊള്ളാം, വയറ്റിലാക്കിയിട്ട് വീട്ടിൽ വരല്ലേ മോളെ, പറയേണ്ട ഗതികേടുള്ള ലോകത്തിലാണ് നമ്മൾ ഇന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഒന്നും തെറ്റല്ല 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 എന്ന് പറയണ ഒരു അപകടമായ ലോകത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇല്ലേ? ഭാരത സ്ത്രീധൻ ഭാവശുദ്ധി എന്ന് പറഞ്ഞ് നമ്മളൊക്കെയും കൊട്ടിശ്വസിക്കുന്ന ഭാരതത്തിന്റെ സ്ത്രീകളുടെ പവിത്രത ഇന്ന് കൊത്തിവലിക്കപ്പെടുവാൻ അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ലോകത്തിന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു വീട്ടിൽ, നമ്മൾ നാട്ടിൽ ചിലപ്പോൾ പ്രസിഡന്റ് ആയിരിക്കാം, സെക്രട്ടറി ആയിരിക്കാം, നാട്ടിലെ വല്ല ഒന്നാന്തര റൗഡിയും നല്ല ചുറുചുറുക്കുള്ള നേതാവൊക്കെ ആയിരിക്കാം. പക്ഷേ വീട്ടിനകത്ത് വന്നാൽ പെണ്ണിനോട് മാന്യത കാണിക്കാത്തവൻ മാന്യനല്ലെന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരേ ഒരു നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്ത് പെണ്ണിന്റെ സ്വാതന്ത്ര്യം കൊടുത്ത അള്ളാഹുവിന്റെ റസൂല. ഇന്ന് ഇതേ ഉമ്മമാര് സ്വന്തം മക്കളെ തട്ടമില്ലാതെ സ്കൂളിൽ വിടുന്ന ഒരു അപകടത്തിലേക്ക് മാറുമ്പോ എല്ലാവർക്കും മറ്റുള്ളവരൊക്കെ തട്ടം ഇസ്ലാമിന്റെ ഭാഗമാണോ എന്ന് ചിന്തിക്കേണ്ടി വരുന്നത് ഞാനും നീയും മുസ്ലിമായിട്ട് ആ കോലം സ്വീകരിക്കാത്തത് കൊണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഞാൻ സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞയോടെ സ്വർഗത്തിൽ പോണോ, റമളാന് പട്ടിണികൾ നോമ്പ് പിടിക്കുമ്പോ ഗുണം വേണോ, എന്റെ മുത്താണ മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടുകാരെ നോക്കിയിട്ടല്ല, സ്കൂളുകാരെ നോക്കിയിട്ടല്ല, എന്നെ മതം ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്നെ മുത്ത് ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്നെ റബ്ബ് ഇഷ്ടപ്പെടുന്നു നോക്കിയിട്ട് വേണം നമ്മുടെ ഈ ദുനിയാവിന്റെ കാര്യം തീരുമാനിക്കാനും നടത്താനും എന്ന് സാന്ദർഭികമായി മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഈ നാട് ഏറ്റവും വലിയ സുന്ദരമായ മതേതരത്വത്തിന്റെ ഈറ്റില്ലമാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. സഹിഷ്ണുതയും മൈത്രിയുമുള്ള ഒരു നാടാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ പള്ളിയിൽ നിന്നും നല്ല സമാധാനത്തിന്റെ സുന്ദരമായ ഈ വിപ്ലവം, ഈ എന്നെ കേൾക്കുന്ന ഹൈന്ദവനാണ് സഹോദരങ്ങളുണ്ടെങ്കിൽ അവരോട് എനിക്ക് സാന്ദർഭികമായി പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഈ പള്ളിക്കകത്ത് വന്ന ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലെങ്കിൽ 1, 2, 10, 100 പേര് ഒന്നൊന്ന് നമസ്കരിച്ചാൽ എല്ലാ നമസ്കാരത്തിന്റെയും പുറകെ ഒരു പ്രാർത്ഥന നമ്മുടെ പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പഠിപ്പിച്ചത്? അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം. എവിടെ ശാന്തി, നാടിന് ശാന്തി. ദൈവമേ, നീയാണ് ശാന്തിയുടെ നാഥൻ. ഈ നാടിന്, ഈ വീടിന്, നമുക്ക് എല്ലാം ശാന്തി സമാധാനം തരണമെന്ന ചോദ്യമാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കണേ. അത് ഒരു മുസ്ലിമിനെ കൊണ്ടേ കഴിയുള്ളൂ. എങ്കിലേ നമ്മൾ മുത്തുനബിയുടെ അനുയായിയാവുള്ളൂ. തൊട്ടടുത്തുള്ള ജൂതയായ സ്ത്രീ മരിച്ചു കിടക്കുമ്പോൾ കയറി ചെന്നിട്ട് ആ തലയെടുത്ത് മടി വെക്കാൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയായ മുഹമ്മദീയനെ മാത്രമേ ഇതിന് കഴിയുള്ളൂ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള കരളിന്റെ കഷ്ണങ്ങളാണ് സഹോദരങ്ങൾ, ഉമ്മമാരോട് പറയാം, ഇന്ന് മുതൽ ഈമാൻ നിലനിർത്താൻ അല്ലാഹുവിന്റെ സൂഫിയാക്കൾ പതിവാക്കിയൊരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം. യാ ഓക്കേ, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. നമസ്കരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, മനസ്സ് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളവർക്ക്, ജീവിതത്തിൽ സമാധാനമില്ല എന്നവർക്ക്
ദാരിദ്ര്യമുണ്ട്, മക്കളെ കെട്ടിക്കാണ്ട് പൈസ ഇല്ല എന്നവർക്ക് എന്ത് ആശ ഗൾഫിൽ പോകണം പറ്റണില്ല. എല്ലാവർക്കും യാ ഹയ്യു യാ ഖയ്യൂം, ഇൻഷാ അല്ലാഹ് ഈമാന് വേണ്ടി യാ ഹയ്യു യാ ഖയ്യൂം എന്നും ആവശ്യങ്ങൾക്ക് വേണ്ടി യാ ഹയ്യു യാ ഖയ്യൂം യാ അല്ലാഹ് എന്ന് 100 വട്ടം സുബഹയ്ക്ക് ശേഷം പതിവാക്കി അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇരിക്കണവരെല്ലാം ഇന്ന് മുതൽ ഈ ഒരു ദിക്ർ എടുക്കണം ഇൻഷാ അല്ലാഹ്. കടന്നു വരുന്ന റമളാനെ കാലേ കൂട്ടി സ്വീകരിച്ച് കാത്തിരിക്കുന്നു എന്ന മഹത്വം അല്ലാഹു നമുക്ക് തരട്ടെ. ഈ റജബ് ഒരുപാട് മഹാന്മാർ, എന്റെ ഉപ്പാപ്പ മരിച്ച റജബില, ഒരുപാട് സാദാത്യങ്ങൾ ഇമാമിങ്ങൾ മരണപ്പെട്ട റജബില, എ പി ഉസ്താദ് റജബില അല്ലേ, ഷാഫിഈ മദ്ഹബിന്റെ പ്രബലനായ ഇമാം മഹാനായ ബുർഖാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ജമാഅത്തുൽ ആഖിറിന്റെ 26 സുഖമില്ലാതെ കിടക്കുന്ന മഹാനായ മുഹമ്മദ് ബിൻ അലി എന്ന് പറയുന്ന ലോക പ്രശസ്തനായ മഹാനുഭാവനായ പണ്ഡിതൻ കടന്നു ചെല്ലുവാണ് കാണാൻ. ചെല്ലുമ്പോ മുഹമ്മദ് ബിൻ അലി തങ്ങളോട് പറയാണ്, തങ്ങള് ഇത് മഹാനമഹത്തായ ജമാഅത്തുൽ ആഖിറാണ്, 26ന്റെ ലാസ്റ്റാണ്, ഇനി 3 ദിവസം ബാക്കിയുണ്ട്. ഈ റജബായിരുന്നുവെങ്കിലോ റജബിന്റെ രാത്രിയിൽ അല്ലാഹു ഒരുപാട് അതാ സൗജന്യമായി നരകമോചനം കൊടുക്കുന്ന രാത്രികളാണ്, പകലാണ്. അതുകൊണ്ട് ഞാൻ നോക്കിക്കേ, അവരെ വിശ്വാസം നോക്കിക്കേ, യഖീൻ നോക്കിക്കേ, അല്ലാഹുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, എന്റെ മൗത്തിനെ പടച്ചവനെ റജബിലോട്ടൊന്ന് പിന്തിക്കണേ അല്ലാ, എന്റെ മൗത്തിനെ റജബിലോട്ട് പിന്തിക്കണേ അല്ലാ. മഹാനായ മുഹമ്മദ് ബിൻ അലി തങ്ങൾ പറയാം, കൃത്യം റജബ് ഒന്നാകുമ്പോൾ അവിടുന്ന് യാത്രയായി. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്തെങ്കിലും സത്യം ചെയ്ത് പറഞ്ഞ പടച്ചുള്ളത് ഏറ്റെടുക്കും, നടത്തി കൊടുക്കും. അതാണ് ഔലിയാവിന്റെ ബർക്കത്ത്. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പോ എല്ലാവരും ഇത് ഉറപ്പിച്ച്, പടച്ചവനെ റജബ് മരിക്കണമെങ്കിൽ ഈ മാസം മരിക്കണം, ഇല്ലെങ്കിൽ നോമ്പെടുത്ത് മരിക്കണം. അല്ലാഹു ഏതായിരുന്നാലും നമുക്ക് എപ്പോഴാണോ മരണം നിശ്ചയിച്ചത്, അല്ലാഹ് നീ ഇഷ്ടപ്പെടുന്ന സമയത്തെ നമ്മളെ വിളിക്കാവൂ അല്ലാഹ്. നമ്മുടെ മനസ്സിൽ നീ നിറഞ്ഞിരിക്കുമ്പോഴല്ലാതെ നമ്മളെ വിളിക്കല്ല തമ്പുരാനെ. ഈ ഒരു പ്രാർത്ഥന എപ്പോഴും വേണം. വരുന്നത് പരിശുദ്ധ ശഅബാന, മുത്തുനബിയുടെ വാർഷിക മാസമാണ്. അല്ലാഹുവേ, ഈ ശഅബാനിലോ റമദാനിലോ എൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളെ ഒരു നോക്ക് കാണാനുള്ള വിധി തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. വരുന്ന റമദാൻ അല്ലാഹു നമുക്ക് അനുകൂലമാക്കി തിരുമാറാകട്ടെ. മരണപ്പെട്ട പിതാവിനും മാതാവിൻ്റെ രോഗം ശരിയാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ മക്കൾ 5000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ട പിതാവ് സലാഹുദ്ദീൻ ശിവമൻസ് അല്ലാഹു സ്വീകരിക്കട്ടെ. നാളെയാണ് അവിടെ ആണ്ട്. അതോടൊപ്പം എൻ്റെ സഹോദരങ്ങളോട് എന്ന് പറയാനുള്ളത്, ദക്ഷിണ കേരള ജമിഅത്തുൽ ഉലമയുടെ 70ാം വാർഷികം ജനുവരി 19-ാം തീയതി കൊല്ലത്ത് മടക്കും. അവിടെ മടക്കുമ്പോൾ അന്ന് തീരുമാനിക്കപ്പെട്ടത്, ഈ 70ാം വാർഷികം മടക്കുമ്പോൾ ഈ സമൂഹത്തിന് ഉപകാരമുള്ള എന്തെങ്കിലും നടക്കണം. അങ്ങനെ തീരുമാനമെടുത്തു. അവകാശ സംരക്ഷണ റാലി. അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന ഈ കാലത്ത് പൗരത്വം നമുക്കറിയാം. പൗരത്വത്തിലൂടെ എത്രയോ പേരായി രാജ്യത്ത് നിന്ന് തട്ടിക്കളയണം. അത് കഴിഞ്ഞ് ഏക സിവിൽ കോഡ്, വഖഫ് അടക്കമുള്ള വിഷയങ്ങൾ ഒരുപാട് അപകടങ്ങൾ കടന്നു വരുന്നു. ഇപ്പം SIR-ലൂടെ മുസ്ലിങ്ങൾ മാത്രമാണെന്ന് കരുതണ്ട. ഇപ്പം ഇന്നലെ 25 ലക്ഷത്തോളം പേര് അതിന് പുറത്താണ്. എൻ്റെ കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ പേര് മുത്തുക്കോയ തങ്ങളെന്ന്. ഓൺലൈനിൽ കയറി ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇന്നാണ് SIR-ൽ എൻ്റെ പേരുണ്ട്, ലിസ്റ്റിലുണ്ട്. അടുത്ത വോട്ട് വരുമ്പോൾ എനിക്ക് വോട്ടിടാം, പ്രശ്നമൊന്നുമില്ല, ഞാൻ വോട്ടിംഗ് ലിസ്റ്റിലുണ്ട്. പക്ഷെ എൻ്റെ വാപ്പായുടെ പേരിൽ അഹമ്മദ് കോയാത്തങ്ങൾ എന്നുള്ളത്, അഹമ്മദ് ചില ആളുകൾ എ ഇട്ടെഴുതും, ചില ആൾക്കാർ ഇ ഇട്ടെഴുതും. എൻ്റെ അഹമ്മദ് എന്നതിൻ്റെ എക്ക് പകരം ഒരു എ മാറി ഇ ആയിപ്പോയി. രണ്ടും വായന ഒന്നാണ്. എ ഒരു ഇ ആയി, വാപ്പാടെ പേരില്ല, എൻ്റെ പേരിലും അല്ല. ഈ ആയ കാരണത്താൽ എനിക്ക് വോട്ടിംഗ് ലിസ്റ്റ് ഉണ്ട്, വോട്ടിടാം. പക്ഷേ നാളെ എങ്ങാനും ഈ SIR നമ്മുടെ പൗരത്വത്തിന്റെ രേഖയായി സർക്കാർ പ്രഖ്യാപിച്ചാൽ ഞാൻ പൗരത്വത്തിന് ഔട്ടാ. നിങ്ങൾ പിന്നെ ആരെ പോയി വെള്ളി കൊടുക്കാണെന്ന് വിളിക്കുന്നു? കേട്ടാ? അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇത് അപകടാവസ്ഥയാണ്. നമ്മളൊക്കെ ഈ നോക്കണം. വെറുതെ ലിസ്റ്റിൽ ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ പോരാ, വാപ്പാടെ പേരടക്കം നോക്കണം. നോക്കിയിട്ട് തെറ്റുണ്ടെങ്കിൽ 12-ാം തീയതി എന്തുവാണ് എൻ്റെ സമയം തോന്നുന്നു, അതിനകത്ത് അക്ഷയയിൽ പോയി
നമ്മളെ മൊബൈലിൽ വരുന്ന പിൻ വരും. ആ പിൻ കൊടുത്തിട്ട് OTP കൊടുത്ത് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴേ ചെയ്തു വെക്കണം. ഞാൻ ഇതുവരെയും തോന്നാൻ പഠിച്ച തോഫി കൊണ്ട് ചെയ്തിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ചെയ്യണം കേട്ടോ. അപ്പൊ അതുപോലെ SIR-ന് അപകടം വരുമ്പോ SIR-നെതിരെ ഈ രാജ്യത്തിന്റെ ഒരുമയെ തകർക്കാൻ നോക്കില്ലേ? രാജ്യം സ്വാതന്ത്ര്യമാകിട്ട് 75 വർഷങ്ങൾ പിന്നിലാണ്. പിന്നിടുമ്പോ ഇന്ന് വരെയും ഒരു വോട്ട് ചെയ്യാനും ഒരു ആളെ തെരഞ്ഞെടുക്കാനും ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ഇപ്പൊ പ്രശ്നം വരുവാണ്. എന്തിനാ? ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രശ്നം വരുന്നത്. അതുകൊണ്ട് നമ്മൾ പോരാടണം, പോരാടണം, പോരാടണം. ഒന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം, നമ്മൾ ഒന്നാം തരം മുസ്ലിമാണ്. ഞാൻ ഒന്നാം തരം മുസ്ലിമോ? ഈ രാജ്യത്തിൽ ഹൈന്ദവനും ക്രൈസ്തവനും പ്രശ്നമൊന്നായി അവർ സമരമുഖത്തിറങ്ങിയായി മുൻനിരയിൽ നമ്മൾ ഉണ്ടാകും. അതാണ് നമ്മുടെ പാരമ്പര്യം. അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ. എന്നാൽ ഈ രാജ്യത്തിന്റെ സത്തയെ ചോദ്യം ചെയ്തുകൊണ്ട്, രാജ്യത്തിന്റെ പൈതൃകത്തെ ചോദ്യം ചെയ്താൽ അതിനെതിരെയും മമ്പുറന്തങ്ങളെ പോലെ, വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ പോലെ, ഉമറുൽ ഖാദിയെ പോലെ മുന്നിലല്ല അതിനു മുന്നിലുണ്ടാകും ഈ മുസ്ലിം സമൂഹം ഈ രാജ്യത്തിന് വേണ്ടി. ഈ ഒരു ഉറപ്പാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞ നമ്മുടെ രാജ്യ സ്നേഹം എന്നത്. അതുകൊണ്ട് പൗരത്വത്തിന്റെ ലിസ്റ്റ് SIR-ന് അടക്കമുള്ള പൗര അവകാശങ്ങൾ, മനുഷ്യ അവകാശം, അങ്ങനെയാണ്. മുസ്ലിമിന്റെ അവകാശമല്ല, മനുഷ്യ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടാൻ പാടില്ല. ഈ രാജ്യത്തിന്റെ മനുഷ്യരുടെ ഓരോ പൗരന്മാരും മതം നോക്കാതെ, ജാതി നോക്കാതെ ഈ രാജ്യത്തിന്റെ മക്കളാ. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഭരണഘടനാ കേന്ദ്രങ്ങളിലെ നേതാക്കന്മാരോട്, തമ്പുരാക്കന്മാരോട് താക്കീതിന്റെ സ്വരത്തിൽ സംസാരിക്കാൻ ജനുവരി 19-ാം തീയതി കൊല്ലത്തിന്റെ വിരിമാറി നടക്കുന്ന മഹാറാലി, അവകാശ സംരക്ഷണ റാലിയിൽ നമ്മളെല്ലാവരും മഹല്ലും ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനത്തിൽ ആദ്യത്തെ ബസിന്റെ യാത്ര കൊല്ലത്തേക്കാവട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു ബസ് വിടുന്നു. മരുമോനോട് പറയണം, ഇല്ലെങ്കിൽ ഊപ്പാടുന്നു സർവ്വ ദിവസം അത് ഇൻഷാ അല്ലാഹ് ഏറ്റെടുത്ത്. ഇനി മരുമോൻ പെട്ട് ഇല്ലെങ്കിൽ മോളെ പിടിച്ചോട് എടുത്തു. പിടിച്ച് എത്തിക്കളയല്ലേ വാപ്പടം വേറെ പോലട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്നൊരു ബസ് ഉണ്ടാവും. നമ്മുടെ പുലിയൂർ പോണ മഹല് അല്ലേ, അവിടെ നിന്ന് കണ്ണിരിക്കുന്ന ഉസ്താദുമാരൊക്കെ ഉള്ള ഭാഗത്തും നമ്മളൊക്കെ ഉള്ള ചെറുപ്പക്കാല വണ്ടിക്ക് വണ്ടിയുണ്ട്, നിങ്ങൾക്ക് വണ്ടിയുണ്ട്, എല്ലാവർക്കും വണ്ടിയുണ്ട്. അതിൽ വൈകുന്നേരം നമ്മൾ ചായ കുടിക്കാനും ഷവായി തിന്നാനും അല്ലെങ്കിൽ കടി അടിക്കാനും അല്ലെങ്കിൽ മസാല ചായ കുടിക്കാനും ഒക്കെ നമ്മൾ എത്ര സ്ഥലത്താണ് പോയിരിക്കും? 5 പേര് 10 പേരൊക്കെ ആയിട്ട് എല്ലാവരും അവരുടെ വാഹനങ്ങളിൽ ചെറുപ്പക്കാർ 5 പേരെ കയറ്റി ഈ രാജ്യത്തിന്റെ മനുഷ്യരുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടാതിരിക്കാൻ ആ ശബ്ദത്തിൽ ഞാനുമുണ്ടൊരാളായി ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കാത്തവൻ ഫലൈസ മിന്നാലെന്ന് മുത്തനബി പഠിപ്പിച്ച് നമ്മൾ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച ഈ രാജ്യത്തിന്റെ മനുഷ്യരുടെ അവകാശത്തിന്റെ പ്രഖ്യാപനം വരുമ്പോ അവകാശം നേടിയെടുക്കാനുള്ള ശബ്ദത്തിൽ ഞാനും ഉണ്ടാകുമെന്ന് തീരുമാനിച്ച് 15 വയസ്സുള്ള എല്ലാവരും അതിൽ പുറപ്പെടണം എന്നെന്റെ പ്രിയപ്പെട്ടവരോട് ആഹ്വാനം ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹ് 14-ാം തീയതി ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രചരണ ജാഥ പള്ളിക്കൽ വരുന്നുണ്ട്. പറ്റുന്നവർക്ക് പങ്കെടുത്ത സ്വീകരണ യോഗം ഇൻഷാ അല്ലാഹ് വിജയമാക്കണമെന്ന് കൂടി ഓർമ്മിക്കുകയാണ്. ബഹുമാനപ്പെട്ട പള്ളിക്കൽ സഭ ലിസ്റ്റ് വായിച്ചു. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടിയും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 2000 രൂപ, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടിയും ദുആ ചെയ്യുവാൻ ഒരു സഹോദരി 500 രൂപ, മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടിയും രോഗശമനത്തിന് വേണ്ടിയും ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 10000 രൂപ, കുടുംബ ഐശ്വര്യത്തിനും ശരീരസുഖത്തിനും വേണ്ടിയും ദുആ ചെയ്യുവാൻ ഒരു സഹോദരി 100 രൂപ, ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 100 രൂപ, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യുവാനും ശരീരസുഖത്തിന് വേണ്ടി മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 500 രൂപ, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയും ദുആ ചെയ്യുവാൻ ആബിദ ബീവി 500 രൂപ, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരി 500 രൂപ, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയും മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടിയും ദുആ ചെയ്യുവാൻ റഹിയാനത്ത് കുറ്റിമൂട് 100 രൂപ, ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരി 150 രൂപ, ശരീരസുഖത്തിന് വേണ്ടിയും രോഗശമനത്തിന് വേണ്ടിയും ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ
500 രൂപ. കുടുംബൈശ്വര്യത്തിന് വേണ്ടിയും സുഖമില്ലാതെ കിടക്കുന്ന മാതാവിന്റെ രോഗശമനത്തിന് വേണ്ടിയും ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 300 രൂപ. കുടുംബൈശ്വര്യത്തിന് വേണ്ടിയും ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 1000 രൂപ. കുടുംബൈശ്വര്യത്തിന് വേണ്ടിയും ശരീരസുഖത്തിന് വേണ്ടിയും ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 500 രൂപ. മരണപ്പെട്ടു പോയ പിതാവിന്റെ മഗ്ഫിറത്തിന് വേണ്ടിയും കുടുംബൈശ്വര്യത്തിന് വേണ്ടിയും ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 500 രൂപ. ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 100 രൂപ. കുടുംബൈശ്വര്യത്തിന് വേണ്ടിയും ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരി 100 രൂപ. അൻസാറുൽ ഇസ്ലാം മസ്ജിദിന്റെ ഉദ്ഘാടന ദിനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ദുആയ്ക്ക് ശേഷം ഉജീനം വിതരണം ചെയ്യുന്നത് ഇലൂർക്കുളം ബ്രദേഴ്സാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നതിന് വേണ്ടി അറിയിക്കുന്നു. കുടുംബൈശ്വര്യത്തിന് വേണ്ടിയും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 500 രൂപ. ഈ മസ്ജിദിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും ചെറുതും വലുതുമായി സംഭാവന ചെയ്ത എല്ലാവർക്കും വേണ്ടിയും വിശിഷ്യ മസ്ജിദിന്റെ നിർമ്മാണത്തിന് വേണ്ടി നിർമ്മാണ സാമഗ്രികൾ ഇറക്കാൻ സ്ഥലം തന്ന വിജയൻ സാറിനും ഈ പരിപാടി ഗംഭീരമായി നടത്തുന്നതിന് വേണ്ടിയും ഈ സ്ഥലം തന്ന വിജയൻ സാറിനും അതുപോലെ മസ്ജിദിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചതു മുതൽ നമസ്കരിക്കാൻ സ്ഥലം തന്ന സഹോദരന് വേണ്ടിയും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യുക. ദുആക്ക് ശേഷം മുഖ്യ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഉജീനം വിതരണം ഉണ്ടായിരിക്കും. അത് വിതരണത്തിന് സന്നദ്ധ പ്രകടിപ്പിച്ചത് ഇലൂർക്കുളം ബ്രദേഴ്സാണ്. അവർക്ക് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദുആയ്ക്ക് ശേഷം ഇലൂർക്കുളം മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയ ഇമാമിന്റെ മുഖ്യ പ്രഭാഷണം ഉണ്ടാകും. അതും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ രാജസയ്യിദായ റബ്ബേ, ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കണേ അല്ലാഹ്. കബൂലിയത്തുള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവിധ ഖൈറും ബറക്കത്തും റാഹത്തും സമൃദ്ധിയും സമാധാനവും ഈ നാടിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തരണം അല്ലാഹ്. പടച്ചറബേ, നിന്റെ ഭവനം അമ്പരശുദ്ധിയാൽ ഈ നാട് തന്നെ പടച്ചവരെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അല്ലാഹ്. നീ ഞങ്ങൾക്ക് തന്ന വലിയ അനുഗ്രഹമായി ഞങ്ങൾ ഇതിനെ കാണുന്നു തമ്പുരാൻ. എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണേ അല്ലാഹ്. ഈ നാടിന്റെ ഒരുമയ്ക്കും ഈ നാടിന്റെ വളർച്ചയ്ക്കും ഈ നാടിന്റെ ഉയർച്ചയ്ക്കും എല്ലാ നിലയിലും ഈ പള്ളി ഒരു സഭവാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ ജാതി മതവിഭാഗത്തിലെ ആഭാലവൃത്തം ജനങ്ങൾക്കും അവരെ കുടുംബത്തിനും സ്വത്തിനുമല്ല ഈ പള്ളി ഒരു അലങ്കാരവും അനുഗ്രഹവുമാകണേ അല്ലാഹ്. ഈ നാട്ടിൽ നല്ല ഒരുമ നൽകണേ അല്ലാഹ്. ഒത്തൊരുമയുള്ള മൈത്രിയുള്ള നാടാക്കണേ അല്ലാഹ്. സഹിഷ്ണുതയുടെ ഈറ്റില്ലമായി നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചറബേ, ഈ പള്ളിക്കായി നിമിഷം വരെ ആരെല്ലാം ഓടി നടന്നു, ആരെല്ലാം ഏറ്റെടുത്തവരാണ്, സഹായിച്ചവരാണ്, സഹകരിച്ചവരാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവിടെ ഉദ്ദേശങ്ങളെല്ലാം സഫലമാക്കണേ അല്ലാഹ്. ആവശ്യങ്ങളെ നിറവേറ്റി നൽകണേ അല്ലാഹ്. പടച്ചവനെ, ജീവിതത്തിൽ ശാന്തിയും സമാധാനവും വേണ്ടുവോളം നൽകണേ അല്ലാഹ്. ഒരുമയുള്ള കുടുംബങ്ങളാക്കണേ അല്ലാഹ്. ഇമ്പമാർന്ന കുടുംബങ്ങളാക്കണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ, ഞങ്ങൾ ഓരോ മനസ്സിലും എന്തെല്ലാം ആശകളാണ്, അഭിലാഷങ്ങളാണ് പൂവണിയിച്ചു നൽകണേ അല്ലാഹ്. എന്തെല്ലാം മുറാദുകളാണ് ഹസ്ലാത്ത് നൽകണേ അല്ലാഹ്. എന്തെല്ലാം വിഷമങ്ങളാണ് പരിഹരിച്ചു തരണേ അല്ലാഹ്. എന്തെല്ലാം സ്വപ്നങ്ങളാണ് പൂവണിയിച്ചു നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് എത്രയോ പേരാ മരണപ്പെട്ടു പോയത് അല്ലാഹുവേ. സലാഹുദ്ദീൻ അടക്കമുള്ള പ്രിയപ്പെട്ട എത്രയോ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെന്ന ഖബറിലാണ്. ഞങ്ങളുടെ KP സ്ഥാപനക്കമുള്ള നേതാക്കളെന്ന ഖബറിലാണ്. ഞങ്ങളുടെ പിതാക്കളും മുന്നോറുകളും ഞങ്ങളെ വളർത്തിയവരെല്ലാം ഖബറിലാണ്. അല്ലാഹുവേ, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. റഹ്മത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ആ ഖബർ സ്വർഗീയ പൂങ്കാവനമാക്കണേ
അല്ലാ. സ്വർഗീയ വിരിപ്പുകൾ വിരിച്ചു നൽകണേ അല്ലാ. സ്വർഗീയമായ ഉടയാടുകൾ അവർക്ക് സമ്മാനിക്കണേ അല്ലാ. സ്വർഗീയമാണ് ഭക്ഷണം നീ പകരമാക്കണേ അല്ലാ. സലാഹുദ്ദീൻ അടക്കമുള്ള എല്ലാവർക്കും വലിയ തൗഫീഖുകള്, സ്വർഗീയമാണ് അനുഭൂതികള് ആസ്വദിക്കാൻ ആ ബർസഖിന്റെ ലോകം ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ ഒരുപാട് ഇഷ്ടം വെച്ചുകൊണ്ട് മജ്ലിസുൽ ഹുദാ എന്ന സ്വലാത്ത് മജ്ലിസ് കൈയിലേക്ക് സമ്മാനിച്ച് കടന്നുപോയി നിങ്ങളുടെ വ്യക്തിനികീരുള്ള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയനായ അല്ലാഹുവേ, പുഞ്ചിരിയുടെ നാഥനായ സൗമ്യതയുടെ മകുടോദാഹരണമായ ക്ഷമയുടെ ഈറ്റില്ലമായ ഈമാനിന്റെ നിറകുടമായ ഞങ്ങളുടെ ഹൃദയത്തിന്റെ പ്രിയപ്പെട്ടവരായ ശൈഖുനാ കെ.പി. അബൂബക്കർ ഹസ്റത്തുള്ളാഹ് പച്ചമണ്ണിലാ ഞങ്ങൾ കൊണ്ടുവച്ച് പിരിഞ്ഞത് തമ്പുരാനും ആ മണ്ണറകിൽ മണ്ണിറയാക്കണല്ല. ആ കബർ സ്വർഗീയ പൂമ്പാവനമാക്കണല്ല. പടച്ചവനെ തമ്പുരാനെ, അവർ ഞങ്ങളെ കാണണേയല്ല, അവർ ഞങ്ങളെ കേൾക്കണേയല്ല. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതങ്ങൾ ഖൈറിലാക്കണം റഹ്മാന്, റാഹത്തിലാക്കണം റഹ്മാന്. ആരോടും വെറുപ്പില്ലാതെ, ഒരാളോടും വിദ്വേഷമില്ലാതെ, ഒരാളോടും പകയില്ലാതെ, ഒരാളോടും മത്സര ബുദ്ധിയില്ലാതെ തെളിഞ്ഞ ഹൃദയം ഞങ്ങൾക്ക് തരണമല്ല. ഒരുപാട് അഴുക്കുകളുടെ, ഒരുപാട് കറകളുടെ, ഒരുപാട് കറുപ്പുകളുടെ മലീമസ്സമായ താവളമാറ് ഞങ്ങളുടെ ഹൃദയങ്ങളല്ല. ഈ പരിശുദ്ധമായ റജബ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങള് ഈ ശുദ്ധീകരിച്ചു തരണേ. തെളിഞ്ഞ ഹൃദയത്തോടെ റജബിൽ റമളാന് കൊതിക്കാനും നോമ്പെടുക്കാനും അല്ലാഹുവേ, അതിലേറെ തെളിഞ്ഞ ഹൃദയത്തോടെ പ്രകാശമുള്ള നാവുകളോട്, ചുണ്ടുകളോട് ശഅബാനിൽ മദീനയുടെ മണവാളനെ പണയിച്ചുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലാനും ആ പരിശുദ്ധ ശഅബാനിൽ അല്ലാഹ് മുത്തിന്റെ മുശറഫായ അഹ്സനായ ഞങ്ങളെ ആയുസ്സതിലോട്ട് എത്തിക്കണമല്ലോ. വരുന്ന റമളാ, കടന്നുപോയ റമളാ ഞങ്ങൾക്ക് അനുകൂലമാണോ എന്നറിയില്ല. പടച്ചവനെ, എതിരാകാനാണ് സാധ്യത അല്ല. നീ ഞങ്ങൾക്ക് അഫ്വ നൽകണമല്ലോ. പോരായ്മകളും മറന്നു പടച്ചവനെ, ഈ നാട്ടിൽ നിന്റെ പള്ളിയുടെ ഉദ്ഘാടനത്തോട് കത്തി നിൽക്കുന്ന അലങ്കാരത്തോട് ഞങ്ങളുടെ ഹൃദയങ്ങള് അല്ലാഹുവേ നിന്നിലോട്ട് മടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാ. അത്ഭുതമാണ് നിന്റെ ഹൃദയത്തിലോട്ട് യാ ഹയ്യു യാ ഖയ്യൂം യുക്തികളോടെ ചേർത്ത് പിടിക്കാൻ തീരുമാനിച്ചു അല്ലാ. ഈ റജബിൽ തന്നെ പടച്ചവനെ പാപങ്ങളെല്ലാം കരുകിക്കളഞ്ഞ് പരിശുദ്ധമായ റമളാനെ ഏറ്റെടുക്കാൻ ആയുസ് തരണേ അല്ലാ. ഈ വരുന്ന റമളാൻ നിങ്ങളുടെ ആയുസിന്റെ നിർണായകമാണ് തിരിച്ചറിവാണ്. നിങ്ങൾ തേടുന്ന അനുകൂലമാക്കണേ അല്ലാ. ഈ റമളാന് പ്രതികൂലമാക്കില്ലേ അല്ലാ. ഈ റമളാൻ നഷ്ടപ്പെടുത്തില്ലേ അല്ലാ. കടന്നുപോയ റമളാനൊന്നും ഞങ്ങൾക്കില്ലല്ലോ അല്ലാ. ഇനി അടുത്ത റമളാനിൽ ഞങ്ങളുണ്ടോ എന്നറിയില്ലല്ലോ അല്ലാ. ഈ റമളാന് പോലെ ഞങ്ങളുണ്ടോ എന്നറിയില്ലല്ലോ അല്ലാ. പടച്ചവരെ, ഈ റമളാൻ ഞങ്ങൾക്ക് തരണേ അല്ലാ. അങ്ങനെ തന്നാൽ ഈ റമളാൻ നാളെ നമുക്ക് അനുകൂലമായി നിന്റെ എടുക്കലോ ഞങ്ങളെ കുറിച്ച് അഭിമാനത്തോടെ അനുകൂലമായി സാക്ഷ്യം പറയുന്ന അനുഗ്രഹീത റമളാനാക്കണേ അല്ലാ. ഇന്ന് മുതൽ ഒരു പേജെങ്കിലും പരിശുദ്ധമാണ് ഖുർആൻ ഓതിയിട്ട് പരിശുദ്ധ റമളാൻ കടന്നു വരുന്നത് ആർത്തിയോടെ, ആഗ്രഹത്തോടെ തൗഫീഖില്ലവരാക്കണേ റഹ്മാൻ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുപ്പമാരും പാപ്പമാരും ബർസഖിന്റെ ലോകത്തുള്ള സർവ്വർക്കും മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. പ്രാസ്താരികമായി ഞങ്ങളുടെ മുഅല്ലിമീങ്ങൾ എത്രയോ കവളിന്റെ കഷ്ടങ്ങളാണ് അല്ലാഹുവേ. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന മുഅല്ലിമീങ്ങൾ 10,000-ങ്ങളാണ് അല്ലാഹുവേ. അവരിൽ മരണപ്പെട്ട് എത്രയോ സാധുക്കളുണ്ട്, നേതാക്കളുണ്ട്. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. മരിക്കണവരെ ഞങ്ങളുടെ ദുആയിൽ ഞങ്ങളുടെ പ്രിയ മുഅല്ലിമീങ്ങൾ വർദ്ധിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ബന്ധങ്ങളല്ല ദുനിയാവിലുള്ളതാക്കല്ലേ അല്ലാ.
ആഖിറത്തിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ യോഗ്യത നൽകുന്ന അനുഗ്രഹീത ബന്ധങ്ങളാക്കണേ അല്ലാ. ഷാഫിമാക്കവയടക്കം ആഫിമാക്കവയടക്കമുള്ള അല്ലാഹുവേ ഈ ഓരത്തിന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരും പ്രസംഗിക്കാനിരിക്കുന്ന ഇമാമടക്കമുള്ള ആദിയടക്കമുള്ള ഉസ്താദ് ഉസ്താദ് ശരഫുദ്ദീൻ ഉസ്താദ് അടക്കമുള്ള അല്ലാഹുവേ സദസ്സിലുള്ള ഉസ്താദുമാർ എല്ലാവരെയും അവരുടേവരാക്കണം റഹ്മാൻ. ദീനിന്റെ പൊരുത്തപ്പെട്ട ഹാദിമീങ്ങൾ പെടുത്തണം അല്ലാ. സ്വർഗത്തിലല്ലാതെ റസൂല് മുസ്തഫാണ് തങ്ങളെ ഓരത്തിരിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയും ഭാഗ്യവും നൽകണം റഹ്മാൻ. യുടെ കാവലാണ് ഇസ്സത്തോടെ ജീവിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം തരണമല്ല. പടച്ച തമ്പുരാനെ വരുന്ന സ്നേഹത്തോടെ ഓടിവന്ന് ഭക്ഷണം തന്ന വീട്ടുകാരടക്കം ഈ നാടിന്റെ സഹോദരങ്ങളടക്കം ഉമ്മമാടക്കം വലിയ ബറക്കത്ത് നൽകണേ റഹ്മാൻ. ഇവിടെ ഇരിക്കണോർക്കെല്ലാം റമളാനോടുള്ള ബോധം അല്ലാഹുവേ ബോധ്യമാക്കണേ അല്ലാ. പടച്ചവനെ ദുനിയാവിൽ എപ്പം മരിക്കേണ്ടി വന്നാൽ മദീനയുടെ മണവാളനാ നമ്മുടെ ഹൃദയത്തിന്റെ മാരനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മതിപരിവോളം കണ്ട് ആനന്ദിച്ച് മരണവേദന മറന്നു മരിക്കുന്ന മൊത്തത്തെ ഉൾപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങളുടെ മരണം എല്ലാവരും കുതിക്കുന്ന അസൂയുള്ള മരണമാക്കണം റഹ്മാൻ. അല്ലാഹുവേ ഒത്തിരി കണ്ടാലും രസമാക്കും പുരാനും എന്തൊരു പ്രകാശമാണ് തമ്പുരാനും, എന്തൊരു വശ്യമായ മുഖമാണ് തമ്പുരാനും. സൂര്യന് പോലും അലങ്കാരമില്ലല്ലോ. ആ മുത്തിനെ ഇനിയും ഒരുപാട് നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമല്ല. ഒരുപാട് മുത്തിന്റെ കരങ്ങളിലൊന്നും മുത്തമിടാരും പുതിയുണ്ട് നിങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണം റഹ്മാൻ. അല്ലാഹുവേ അവിടെ കതിരത്തിൽ കൊണ്ടൊരു ചുംബനം സ്വപ്നമാടും വലിയ ഭാഗ്യം തരണമല്ല, വലിയ ഭാഗ്യം തരണമല്ല. ഞങ്ങളോട് ഹിദമത്തിനായി ഒരുമിച്ച് കൂടുന്നവർ സ്വർഗീയ കൂട്ടുകാരാക്ക റഹ്മാൻ. ഞങ്ങളോ പാപ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് ഇടപെടുന്ന അവിടത്തെ നവറുന്ന ശ്രമമുള്ള മജ്‌ലിസാക്കി ഈ ദുആനെ പൂർണ്ണമായും മഖബൂലാക്കണേ അല്ലാഹ്, മർദൂദാക്കല്ലേ അല്ലാഹ്. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا للصيام والقيام وظل البصر وحفظ اللسان يا الله. اللهم اجعلنا من المتقين واجعلنا من المخلصين واجعلنا من عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. بحقه صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. يا رب صل عليه وسلم. എല്ലാവരും ദുആ ചെയ്യണം. എപ്പോൾ ദുആ ചെയ്യാനും ഉമ്മത്ത് മുഹമ്മദിനെ ചേർക്കണം. അത് നമ്മുടെ ദുആ കബൂലാക്കാൻ വലിയ കാര്യമാണ് ഇൻഷാ അല്ലാഹ്.